Hi, hello, welcome. Welcome to the webinar Decoding IIM PhD Admissions 2026-27. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IIMകളിൽ എങ്ങനെയാണ് PhD അതിന്റെ കോഴ്സ് വർക്ക് അതുപോലെ സ്ട്രക്ചർ എങ്ങനെയാണ് അഡ്മിഷൻ SOP എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വെബിനാറിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത് ഒരു PhD ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളാവുകയെന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാവോ എന്നുള്ളതല്ല, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ തയ്യാറാവുന്ന ആളായിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു വെബിനാർ കാര്യമായിട്ട് എന്തിനാണ് സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചുറ്റും ഒരുപാട് പേരെ കാണാറുണ്ട്, വർഷങ്ങളായിട്ട് നെറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നവര്. അപ്പൊ നെറ്റ് എഴുതും, അടുത്ത തവണ JRF കിട്ടുമെന്ന് വിചാരിച്ച് വീണ്ടും അത് എഴുതും, വീണ്ടും എഴുതും, അങ്ങനെ ജസ്റ്റ് JRF മിസ്സായിക്കൊണ്ട് വർഷങ്ങളോളം കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആദ്യം നിർത്തേണ്ടത് ഈ ഒരു എഴുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോ ഒരിക്കലും JRF കിട്ടിയാൽ മാത്രമേ ഒരു സ്റ്റൈപ്പൻഡഡ് PhD കിട്ടുള്ളൂ എന്നുള്ള ചിന്ത അത് പാടില്ല. നമുക്കല്ലാതെയും വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ IIMകൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് JRF ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും IIMs ഒരു സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫെലോഷിപ്പ് തരുന്നുണ്ട്. IIMs മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. JRF ഇല്ലെങ്കിലും നമുക്ക് മറ്റ് സ്ട്രീമുകളിലൂടെയും നമുക്ക് അവിടേക്ക് അഡ്മിഷൻസ് കിട്ടുകയും അതുവഴി നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടിയിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, PhD ചെയ്യാനും പറ്റും. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വർഷങ്ങൾ കളയാതെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ത്യയിലെ ടോപ്പ് 7 IIMs ആണ് ഞാൻ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. മറ്റ് IIMസും കൂടി പറയാം. അപ്പൊ ഇവയാണ് ടോപ്പ് 7 IIMs. ഇത് NIRF 2025 മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു ലിസ്റ്റ് പ്രകാരം IIMസിലെ ടോപ്പ് 7 കാറ്റഗറിയിൽ വന്നിട്ടുള്ളതാണ്. സോ IIM അഹമ്മദാബാദ്, ദെൻ IIM ബാംഗ്ലൂർ, കോഴിക്കോട്, ലക്നൗ, മുംബൈ, കൽക്കട്ട, ഇൻഡോർ. മൈസെൽഫ് ഞാൻ IIM കോഴിക്കോട് ഇപ്പോൾ സെക്കൻഡ് ഇയർ PhD വിദ്യാർത്ഥിനിയാണ്. സോ മറ്റ് IIMസും കൂടി ഞാൻ പറയാം. ഇത്രയും IIMസും കൂടി ഉണ്ട്. ടോട്ടലി ഒരു 22ഓളം IIMs ആണ് ഇന്ത്യയിൽ നിലവിൽ ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് പറയുന്നത് 3 IIMസിന്റെ അഡ്മിഷൻസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അതുപോലെ IIMB ടെസ്റ്റിനെ കുറിച്ച് പറയും. പിന്നെ നമുക്ക് റിസർച്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ്, SOP റൈറ്റിംഗ് കാര്യങ്ങൾ, ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നെല്ലാമാണ് പറയുന്നത്. ഓവറോൾ എല്ലാ IIMകളിലും ഇതന്നെ ആയിരിക്കും ഒരു സ്ട്രക്ചർ, ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. പക്ഷെ ഡേറ്റും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഫെലോഷിപ്പിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഓരോ IIMസിന്റെയും വെബ്സൈറ്റിൽ പോയിട്ട് നോക്കണം. മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് IIMൽ ഒരു IIM സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടാം. എനിവേ നമ്മുടെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ്. അപ്പൊ ഈ 5 വർഷത്തേക്കാണ് നമുക്ക് ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ, 4.5 മുതൽ 5 വർഷം വരെയാണ് ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഈ 5 വർഷത്തേക്ക് നമുക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ്. സോ നമുക്ക് ഏറ്റവും പോയി വരാന് കൺവീനിയൻസ്, പിന്നെ വെതർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഫാമിലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടോ അല്ലെങ്കിൽ മാസത്തിലോ വർഷത്തിലോ 6 മാസം കൂടുമ്പോഴോ എങ്ങനെയാണ് നമുക്ക് ഫാമിലിയുടെ അടുത്തേക്ക് വരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട്, നിങ്ങൾക്ക് 5 വർഷം ജീവിക്കാൻ പറ്റുന്ന ഒരിടം നോക്കിയിട്ടും കൂടി ആയിരിക്കണം നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോവേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഇനി എവിടെ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് എല്ലാ സ്ഥലം ഏത് സ്റ്റേറ്റിലൊക്കെയാണ് നോക്കുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി നമുക്കറിയാം, സാധാരണ യൂണിവേഴ്സിറ്റികളിൽ PhD എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഗ്രിക്ക് പറയുന്നത്. സോ PhD മീൻസ് ഡോക്ടർ ഓഫ് ഫിലോസഫി. ഇത് മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും FPM എന്നുള്ളതാണ്, ഫെലോഷിപ്പ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ ഫെലോ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. അത് തന്നെയാണ് മാനേജ്മെന്റ് സ്കൂളുകളിൽ, സ്കൂളുകളിലുള്ള PhD ഡിഗ്രി. ഇപ്പൊ IIM പോലത്തെ സ്ഥാപനങ്ങൾ അതിന്റെ നാമകരണം ഒന്നുകൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് DPM അഥവാ ഡോക്ടറൽ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ DPM എന്ന് പറയുമ്പോൾ PhD തന്നെയാണ്, അത് PhD ഇൻ മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ഒരു ഡോക്ടറേറ്റ് തന്നെയാണ് കിട്ടുന്നത്.
PhD തത്തുല്യമായിട്ടുള്ള ഡോക്ടറേറ്റ് തന്നെയാണ്. പിന്നെ അത് ബിസിനസ് സ്കൂളുകളിലേക്ക് ഒന്നുകൂടി സിഗ്നൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു ബിസിനസ് സ്കൂളിൽ നിന്നും ഒരു ബി സ്കൂളിൽ നിന്നും നമ്മൾ PhD കഴിയുന്നു എന്നുള്ളതും കൂടി സിഗ്നൽ ചെയ്യുന്നു ഈ DPM എന്നുള്ള ഒരു നാമകരണം കൊണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള DPM പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഡിസിഷൻ സയൻസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അഥവാ DSOM. ഇത് മുൻപ് QMOM എന്നായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ദെൻ എക്കണോമിക്സ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ. ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ് മാനേജ്മെന്റ് അഥവാ HLAM. ഇൻഫർമേഷൻ സിസ്റ്റം IS. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് MM. ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HR. ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് SM. ഇതാണ് കോമൺ ആയിട്ട്. പിന്നെ പബ്ലിക് പോളിസി അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ട്. പിന്നെ HLAM എല്ലായിടത്തും ഇല്ല, കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. അപ്പം ഓരോന്നിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നോക്കണം. ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ IIM കോഴിക്കോടിന്റെ കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ IIMസിലും ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലായിടത്തേക്കും പോയാലും നിർബന്ധമായിരിക്കും. അപ്പൊ IIM കോഴിക്കോടില് 3 പ്രോഗ്രാംസ് ആണുള്ളത്. DPM ടീച്ചിങ് ട്രാക്ക്, DPM പ്രാക്ടീസ് ട്രാക്ക്. DPM എന്ന് പറയുന്നതാണ് ഫുൾ ടൈം ആയിട്ടുള്ള പ്രോഗ്രാം. അതിന് മാത്രമാണ് സ്റ്റൈപ്പൻഡ് ഉള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ പാർട്ട് ടൈം ആണ്. DPM ടീച്ചിങ് ട്രാക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി ടീച്ചിങ് ജോബിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ടീച്ചിങ് ഫീൽഡിൽ ഉള്ളവർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന PhD. DPM പ്രാക്ടീസ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇൻഡസ്ട്രിയൽ കാര്യങ്ങളിൽ, മറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ളവർക്ക്, ടീച്ചിങ് അല്ലാത്ത ഏതെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്യുന്നവർക്ക് കൂടെ ചെയ്യാൻ പറ്റിയ PhD. അതും പാർട്ട് ടൈം ആയിരിക്കും. സോ DPM ഫുൾ ടൈം എന്നുള്ളതാണ് 5 വർഷത്തെ. ബാക്കിയും സ്ട്രക്ചർ 5 വർഷത്തേക്കുള്ളത് തന്നെയാണ്. സ്ട്രക്ചറുകൾ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ DPM ഫുൾ ടൈമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ IIM കോഴിക്കോട് പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ എന്തൊക്കെയാന്ന് വെച്ചാൽ, DPMന് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഡിഗ്രിയിലോ PGയിലോ 60% മാർക്ക് നിർബന്ധമാണ്. പിന്നെ നമ്മൾ 4 ഇയർ ഡിഗ്രി ആണ് നമ്മുടെ കയ്യിലെങ്കിൽ അതിന് 75% മാർക്കാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ EWS, OBC, അതുപോലെ PWD, SC ST കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് 55% മിനിമം മാർക്ക് മതിയാകും. നമ്മൾ അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ആ കാറ്റഗറിയിലായിരിക്കണം. മാത്രമല്ല അതിന്റെ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, എസ്പെഷ്യലി ഇപ്പോൾ OBC ഒക്കെ ആണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആയ ശേഷം ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും വേണ്ടി വരും, മാർക്ക് ഷീറ്റുകൾ അടക്കം. ദെൻ IIM കോഴിക്കോട് ഞാൻ പറഞ്ഞു ഈ പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പൊ അതിലേക്ക് ആക്സെപ്റ്റഡ് ടെസ്റ്റ് എന്നുള്ളത് നോക്കുക. നമുക്ക് JRF മാത്രമല്ല, JRF ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഒരു ക്രൈറ്റീരിയ മാത്രമാണ്, ക്രൈറ്റീരിയ എന്നല്ല, ഒരു ചാനൽ മാത്രമാണ്. മറ്റു ടെസ്റ്റുകളും നമുക്കിതിൽ പറ്റും. സോ ഒന്ന് CAT, MBAക്കൊക്കെ ഉള്ള CAT തന്നെയാണ് ഒന്ന്. പിന്നെ ഗേറ്റ്, GMAT, GRE, IIMB ടെസ്റ്റ്, UGC നെറ്റ്. അപ്പൊ UGC നെറ്റ് ഉള്ളവർക്കും മാത്രം, UGC നെറ്റ് മാത്രം ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. JRF തന്നെ വേണമെന്നില്ല. മാത്രമല്ല UGC നെറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ JRF പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രം ഉള്ളവർക്കും PhD അഡ്മിഷൻ ഓൺലി എന്നുള്ള കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഈ ടെസ്റ്റുകൾ ഒന്നും ഇല്ലാത്തവർക്കുള്ള അടുത്ത ഓപ്ഷനാണ് IIMB ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട്. IIMB ടെസ്റ്റിന് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇപ്പൊ ഇതിൽ UGC JRF എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ FAC, നമ്മുടെ ഫൈനാൻസ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോളിന്റെ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. FACയിൽ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്ത്, UGC JRF, അതും ഈ സബ്ജക്റ്റുകളും പറയുന്നുണ്ട്. അപ്പൊ അവിടെ UGC നെറ്റ് മാത്രം പോരാ, അവിടെ JRF തന്നെ വേണം. JRF ഇല്ലാത്ത പക്ഷം ഈ CATO, ഗേറ്റോ, GMATO, GRE അല്ലെങ്കിൽ IIMB ടെസ്റ്റ് ഏതെങ്കിലും വേണം. അപ്പൊ UGC JRF എന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് JRFന്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളിടത്തേക്ക് UGC നെറ്റോ ഇല്ലെങ്കിൽ ഈ ബാക്കി ടെസ്റ്റുകളോ, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ IIMB ടെസ്റ്റ് ഇനി വരാൻ പോകുന്നത് എഴുതിയിട്ടോ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. അപ്പൊ അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. സോ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ JRF കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതി ജസ്റ്റ് മിസ് ആവുന്നവരൊക്കെ ആ പരിപാടി നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അതിന്റെ കൂടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സോ
മാത്രമല്ല നമുക്ക് ഫെലോഷിപ്പ് JRFനേക്കാൾ നല്ല ഫെലോഷിപ്പാണ് IIMകൾ ഓഫർ ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട് JRFനേക്കാൾ വളരെ നല്ല സ്റ്റൈപ്പൻഡ് ഓഫർ ചെയ്യുന്നവർ ട്ടോ. ഇനി മാത്രമല്ല ഫൈനൽ ഇയർ PGയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ 4 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി ഫൈനൽ ഇയർ അതായത് 4th ഇയറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. 2026 ഡിസംബർ, അതായത് അവരുടെ പ്രോഗ്രാം തുടങ്ങി ആ ഡിസംബർ ആകുമ്പോഴേക്കും അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർക്ക് ആ സമയമാകുമ്പോഴേക്കും ഓഫീസിൽ ഏൽപ്പിക്കാൻ കഴിയണം. ഇൻ കേസ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം റദ്ദാവുകയും അതുവരെ അവർക്ക് കിട്ടിയ സ്റ്റൈപ്പൻഡ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയും വന്നേക്കാം. അപ്പൊ നമുക്ക് നമ്മൾ പഠിക്കുന്ന സ്ഥാപനം നമുക്ക് ഡിലേ ചെയ്യാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ് തരും എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഫൈനൽ ഇയർ ഉള്ളവർ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ CA CMA അതുപോലെ CS പോലത്തെ കോഴ്സുകൾ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാളോ രജിസ്ട്രാറോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് അവർ ഈ കോഴ്സ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവർ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടെന്ന്. ഈ ടെസ്റ്റുകളൊന്നും ക്വാളിഫൈ ഓൾറെഡി ചെയ്യാത്തവരാണെങ്കിൽ അടുത്തൊരു ഓപ്ഷനാണ് IIMB ടെസ്റ്റ്. IIMB ടെസ്റ്റ് വർഷത്തിൽ 2 വർഷമാണ് വരിക. അപ്പൊ IIMB ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ IIM ബാംഗ്ലൂർ നടത്തുന്ന ടെസ്റ്റ്, അതാണ് IIMB. IIM ബാംഗ്ലൂർ നടത്തുന്ന ടെസ്റ്റാണ്. അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. അപ്പൊ IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ അതിൽ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് PhD അഡ്മിഷൻ കിട്ടൂല. നമുക്ക് മറ്റു ടെസ്റ്റുകളൊന്നും വാലിഡ് അല്ല ഇല്ല എങ്കിൽ IIMB ടെസ്റ്റിന് വേണ്ടിയിട്ട് IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് IIMB ടെസ്റ്റ് 1200 രൂപ ഫീസ് അടിച്ചിട്ട് അത് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് IIMലേക്കോ അല്ലെങ്കിൽ അഹമ്മദാബാദ് IIMലേക്കോ IIM ബാംഗ്ലൂരിലേക്കോ ആണെങ്കിൽ അതിന്റെ PhD അഡ്മിഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് PhD അഡ്മിഷൻ അഗൈൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ IIM കോഴിക്കോടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി എന്ത് ചെയ്യണം? IIM കോഴിക്കോടിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് PhDക്കും അപ്ലൈ ചെയ്യണം. അതുപോലെ IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് IIMB ടെസ്റ്റിനും അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഈ IIMB ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 23 ആണ്. February 1 ടെസ്റ്റ് നടക്കുന്നത്. അപ്പൊ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണിത്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും ഡിഗ്രികൾ മാത്രമല്ല MBA ഉള്ളവരാണെങ്കിൽ ഓൾറെഡി IIMകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് MBA കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഈ ക്വാളിഫയിങ് ടെസ്റ്റുകളുടെ ആവശ്യമില്ല. അവർക്ക് MBA വെച്ചിട്ട് തന്നെ കയറാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, MBAക്കുള്ള അവരുടെ മിനിമം ഓവറോൾ CGPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് B- താഴെ പോകാൻ പാടില്ല. മിനിമം B- എങ്കിലും വേണം. അഥവാ CGPA നോക്കുന്ന സമയത്ത് 2.67 എങ്കിലും മിനിമം വേണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ടെസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഡയറക്റ്റ്ലി ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഇനി വർക്ക് എക്സ്പീരിയൻസ് വേണോ വേണ്ടേ എന്നുള്ളത്, അതുപോലെ ഏജ് ലിമിറ്റും. നിലവിൽ ഏജ് ലിമിറ്റ് ഇല്ല. ചില സ്ഥലങ്ങളിലുണ്ട്, ചില IIMസിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. IIM കോഴിക്കോടിൽ ഏതായാലും ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി വെബ്സൈറ്റിൽ ഒന്ന് നോക്കുക. നിലവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി DPM ഫുൾ ടൈം പ്രോഗ്രാമിന് വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമില്ല. DPM ടീച്ചിങ് ട്രാക്കിന് 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്, ഫുൾ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതുപോലെ DPM പ്രാക്ടീസ് ട്രാക്കിന് 8 വർഷത്തെ ഫുൾ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ്, ടീച്ചിങ് അല്ല മറ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഫീ. DPM ഫുൾ ടൈമിന്റെ അപ്ലിക്കേഷൻ ഫീ നോൺ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 1000ഉം റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 500ഉം ആണ്. DPM ടീച്ചിങ് ട്രാക്ക് 2000 and 1000. DPM പ്രാക്ടീസ് ട്രാക്ക് ആണെങ്കിൽ 4000 and 2000. ഇനി കീ ടൈം ലൈൻസ്, IIM കോഴിക്കോടിന്റെ കീ ടൈം ലൈൻസ് ആണ്. അപ്ലിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് January 23. ഷോർട്ട് ലിസ്റ്റിംഗും അതുപോലെ മറ്റ് പ്രോസസ്സുകളും February 6 മുതൽ March 28 വരെ ആയിരിക്കും നടക്കുക. പിന്നെ ഈ ഡേറ്റുകൾ IIM കോഴിക്കോട് വേണമെങ്കിൽ റിവൈസ് ചെയ്യും. അപ്പൊ ഇടയ്ക്കൊന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കോഴ്സ് വർക്കിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. ഇത്രയും കാലം, അതായത് ഇപ്പൊ ഞാനിപ്പോ സെക്കൻഡ് ഇയർ PhD ആണ്, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് വ്യത്യാസമാണ്. ഞങ്ങൾക്ക് 6 ട്രൈമസ്റ്ററുകളായിട്ടാണ് കോഴ്സ് വർക്ക് നടന്നത്. അതിൽ ആദ്യത്തെ 3 ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 3 മാസം. അപ്പം ആദ്യത്തെ 3 ട്രൈമസ്റ്ററുകൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ മുഴുവൻ ഞങ്ങൾ MBA കോഴ്സുകളും അതുപോലെ PhD കോഴ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പം IIM കോഴിക്കോട് അതൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 3 സെമസ്റ്ററുകളായിട്ടാണ് നടത്തുന്നത്, ട്രൈമസ്റ്റർ അല്ല. 6 ട്രൈമസ്റ്ററുകൾക്ക് പകരം 3 സെമസ്റ്ററുകളായിട്ടാണ് ഇനി കോഴ്സ് വർക്ക് നടക്കുന്നത്. അപ്പൊ അതിന്റെ ടൈം ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതാണ് ഏകദേശം ഉള്ളൊരു അക്കാദമിക് കലണ്ടർ. ഈ ഒരു രൂപത്തിലായിരിക്കും കോഴ്സ് വർക്ക് പോവുക. അപ്പോൾ നമ്മളിപ്പോ ഒരു കോഴ്സ് വർക്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെമസ്റ്ററിൽ നമുക്കൊരു 3, 4, 5 കോഴ്സുകൾ പഠിക്കാനുണ്ടാവും. ആ കോഴ്സുകളിലൊക്കെ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ഓരോ കോഴ്സിനും ഒരു മിഡ് ടേം എക്സാം ഉണ്ടായിരിക്കും, ഒരു എൻഡ് ടേം എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ ചില കോഴ്സുകൾക്ക് ക്വിസ് ഉണ്ടായിരിക്കും, ചില കോഴ്സുകൾക്ക് ടേം പേപ്പറുകൾ, പ്രൊജക്റ്റുകൾ, ചിലതിന് പ്രസന്റേഷനുകൾ, അങ്ങനെ ഓരോ കോഴ്സിനും അതിന്റെ ക്രൈറ്റീരിയാസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കോഴ്സിന് പാസ്സാകുക. അപ്പോൾ കോഴ്സ് നമുക്ക് മിനിമം ഈ 2.67 CGPA എങ്കിലും കിട്ടിയിരിക്കണം ഓവറോൾ. അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ദെൻ ഓവറോൾ അപ്പൊ ഈ കോഴ്സ് വർക്കിന്റെ മാത്രമല്ല, അപ്പൊ കോഴ്സ് വർക്കിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ ശേഷം നമുക്ക് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഓവറോൾ ഈ PhDന്റെ 5 വർഷത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് വർക്ക്, അതിന്റെ കൂടെ CIS അഥവാ സമ്മർ പ്രൊജക്ട്, പിന്നെ ഈ കോഴ്സ് വർക്ക് കഴിയുന്നതോടുകൂടി, അതായത് 2 വർഷത്തെ കോഴ്സ് വർക്ക് കഴിയുന്നതോടുകൂടി 3-ാം വർഷത്തേക്ക് നമ്മൾ തുടങ്ങുന്നത് CQE എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ആണ്, കോംപ്രഹെൻസീവ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ആ എക്സാം പാസ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ റിസർച്ചിന് എലിജിബിൾ ആവുന്നത്. അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ എന്നിട്ട് നമ്മൾ ഈ CQE കഴിഞ്ഞ ശേഷം നമ്മൾ ഓപ്പൺ പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾ PhDക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? പ്രൊപ്പോസൽ കൊടുക്കേണ്ടി വരും. പക്ഷെ IIM-കളിൽ അതല്ല സിസ്റ്റം. IIM-ൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ കോഴ്സ് വർക്ക് അതുപോലെ ഈ CQEയും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പ്രൊപ്പോസൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് IIM-കൾ സ്റ്റാർട്ടിങ്ങിൽ SOP മതി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് മതി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ ഏരിയയും ഒക്കെ ഒരുപാട് ഇവോൾവ് ആകും. കാരണം നമുക്ക് അറിവ് കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി വരുന്നത്. അങ്ങനെ ആ ക്ലാരിറ്റി വന്ന ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്രൊപ്പോസൽ കൊടുക്കുന്നത്. സോ ഈ 2 വർഷത്തിന് ശേഷം നമ്മൾ അപ്പോൾ പ്രൊപ്പോസൽ കൊടുക്കുന്നു. ആ പ്രൊപ്പോസലിന് ശേഷം നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ കൂടെ കോൺഫറൻസുകൾ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസുകളിലേക്ക് പോകുന്നു. പബ്ലിക്കേഷൻസ്, റിവിഷൻസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്തായിരിക്കും നടക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 5th ഇയർ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ നമ്മൾ പ്രീ സബ്മിഷൻ കൊടുക്കുന്നു. ശേഷം 5th ഇയർ കഴിയാനാവുമ്പോഴേക്കും നമ്മൾ ഫൈനൽ സബ്മിഷൻ, ഒരു തീസിസ് സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫൈനൽ സബ്മിഷൻ അഥവാ ഓപ്പൺ ഡിഫൻസ് കൊടുക്കുന്നു. ഇപ്പൊ ഇതിൽ ഓപ്പൺ പ്രൊപ്പോസൽ ആയാലും പ്രീ സബ്മിഷൻ ആയാലും ഫൈനൽ സബ്മിഷൻ ആയാലും ഒക്കെ നമ്മൾ ഇത് ഒരു സെമിനാർ പോലെ തന്നെ, ഒരു ഓപ്പൺ ഡിഫൻസ് പോലെ തന്നെ ആയിരിക്കും നടക്കുക. അപ്പൊ ഈ ഓപ്പൺ പ്രൊപ്പോസൽ നമ്മുടെ 3rd ഇയർ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിലുള്ളവർക്ക് നമുക്ക് അതിനുള്ള ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ തന്ന് അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിസർച്ചിലേക്ക് കടക്കുക. അപ്പൊ IIMsന്റെ ഏറ്റവും വലിയ ഗുണം തന്നെ ഇതാണ്. നമ്മൾ ഒരു SOP കൊടുത്തിട്ട് സ്റ്റാർട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. 2 വർഷം നമ്മൾ അത്രയധികം പഠിച്ച ശേഷം ഒരു ക്ലാരിറ്റി വന്ന ശേഷം മാത്രമാണ് നമ്മളൊരു അടുത്തൊരു സ്റ്റേജ് അഥവാ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊപ്പോസൽ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ആദ്യം തന്നെ പ്രൊപ്പോസൽ കൊടുത്ത് പിന്നെയാണ് അവർക്ക് ഇങ്ങനെ കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ പഠിച്ചൊന്ന് ഇവോൾവ് ആകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് റിസർച്ചിന് പറ്റിയൊരു ടോപ്പിക് അല്ല എന്റേത്, അല്ലെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ് ഇതല്ല, ഇതായിരുന്നില്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതൊന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥക്ക് വരും. IIM കോഴിക്കോടിൽ ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായ നമ്മൾ 2 വർഷം ഫുൾ നമ്മൾ പഠിച്ച് ചിന്തിച്ച് ക്ലാരിറ്റി വന്ന ശേഷമാണ് നമ്മൾ പ്രൊപ്പോസൽ കൊടുക്കുന്നത്. ഇനി അടുത്തത് സ്റ്റൈപ്പൻഡ്. ആദ്യൊരു കാര്യം മനസ്സിലാക്കുക, DPM ഫുൾ ടൈം എന്നുള്ള ആ പ്രോഗ്രാമിന് മാത്രമാണ് സ്റ്റൈപ്പൻഡ് ഉള്ളത്, പാർട്ട് ടൈമിന് സ്റ്റൈപ്പൻഡ് ഇല്ല. അപ്പൊ DPM ഫുൾ ടൈമിന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആദ്യത്തെ 2 വർഷത്തിലും പെർ മന്ത് 42,000 രൂപ, 42,000. പിന്നെ ഈ CQE അഥവാ കോംപ്രഹെൻസീവ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ കോഴ്സ് വർക്കിന് ശേഷം, അത് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് 45,000 ആയിരിക്കും. പിന്നെ നമ്മൾ ഓപ്പൺ പ്രൊപ്പോസൽ കൊടുക്കുന്നു പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ ശേഷം 50,000 പെർ മന്ത് ആയിരിക്കും. ഇതിന് പുറമെ HRA 20% ഉണ്ടായിരിക്കും. അപ്പൊ ഫാമിലിയോ കാര്യങ്ങളോ ഉള്ളവർക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, 2nd ഇയർ മുതൽ നമുക്ക് മാരീഡ് അക്കോമഡേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. IIM കോഴിക്കോടിലുള്ള ഒരു ഫെസിലിറ്റിയാണ് മാരീഡ് അക്കോമഡേഷൻ. പക്ഷെ അത് കുറച്ച് ടൈറ്റ് ആണ് കിട്ടാൻ. പക്ഷെ ഒരുപാട് പേര് അങ്ങനെ
നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് മാരീഡ് അക്കോമഡേഷൻ, മറ്റൊന്ന് പിന്നെ ഹോസ്റ്റൽ നമുക്ക് ഫ്രീ ആണ്. മാരീഡ് അക്കോമഡേഷന് വളരെ ചെറിയൊരു തുക, 1000 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു തുക ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ ഓൾറെഡി ഫ്രീ ആണ്. ഇനി ഇത് രണ്ടും അല്ലെങ്കിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HRA വാങ്ങാം. അത് നമ്മുടെ സ്റ്റൈപ്പൻഡിന്റെ 20%. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓപ്പൺ പ്രപ്പോസൽ കൊടുത്തൊരു കുട്ടിക്ക് 50,000 പെർ മന്ത് ആണ് സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ 20% എന്ന് പറയുമ്പോൾ 10,000 എന്ന് വെച്ചാൽ അവർക്ക് HRA കൂടി കൂടിയിട്ട് 60,000 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മന്ത്ലി വരുന്നത്. അപ്പോൾ പിന്നെ അടുത്തതാണ് നമ്മൾ ഈ സ്റ്റൈപ്പൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് കോഴ്സ് വർക്കിൽ 4.33 എന്നുള്ളതാണ് A+, B- 2.67 ആണെന്ന് പറഞ്ഞു. അതിൽ A എന്നുള്ളത് 3.67. അപ്പൊ ഈ A ഗ്രേഡ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് കിട്ടുന്നവർക്ക് നമുക്ക് സ്റ്റൈപ്പൻഡ് ഇൻക്രീസ് ആകും. ഒരു 5,000-6,000 രൂപയൊക്കെ സ്റ്റൈപ്പൻഡ് മന്ത്ലി ഇൻക്രീസ് ആയിരിക്കും. ദെൻ കണ്ടിജൻസി ഗ്രാന്റ് ഉണ്ട്, 5 lakhs ആണ്. അതിൽ ലാപ്ടോപ്പ് ഗ്രാന്റ്, അതുപോലെ നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളിലേക്ക് പോകാനുള്ളത്, പിന്നെ നമ്മുടെ പ്രിന്റിങ്, തീസിസ് പ്രിന്റ് ചെയ്യാൻ, അതെല്ലാം നമുക്ക് പേപ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ, പിന്നെ IIMന്റെ ഉള്ളിൽ ഒരു ഡിസ്പെൻസറി, ഒരു ഇക്ര കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഹെൽത്ത് എക്സ്പെൻസുകളും നമുക്ക് ഈ ഒരു കണ്ടിജൻസി ഗ്രാന്റിലൂടെ ആയിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവില്ല. ദെൻ അടുത്തതാണ് എൻഹാൻസ്മെന്റ് ഫണ്ട്, റിസർച്ച് എൻഹാൻസ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് FT50 A-സ്റ്റാർ ജേണലുകളിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നവർക്ക് 1 to 2 lakh വരെ എൻഹാൻസ്മെന്റ് ഫണ്ട് ആയിട്ട് അഡീഷണലി ഒരു ഫണ്ട് കിട്ടും. അത് നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. മറ്റൊരു കാര്യമാണ് ഡോക്ടറൽ എക്സലൻസി അവാർഡ്. IIM കോഴിക്കോട് ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ അത്യാവശ്യം ഈ കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവ് ആയവർക്കും നല്ല പബ്ലിക്കേഷൻസ് കിട്ടിയവർക്കും നല്ല കോൺഫറൻസിനൊക്കെ പോയവർക്കൊക്കെ അതിൽ നിന്ന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു ഡോക്ടറൽ എക്സലൻസി അവാർഡും, അതും ഒരു ക്യാഷ് അവാർഡ് തന്നെയാണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു DPM ഫുൾ ടൈമിനാണ് സ്റ്റൈപ്പൻഡ് ഉള്ളത് എന്നുള്ളത്. ബാക്കി പ്രാക്ടീസ് ട്രാക്കും അതുപോലെ ടീച്ചിങ് ട്രാക്കും. ടീച്ചിങ് ട്രാക്കിലുള്ളവർക്ക് 5 ലക്ഷം രൂപ ഫീസ് ഉണ്ട്. അതുപോലെ പ്രാക്ടീസ് ട്രാക്കിലുള്ള പാർട്ട് ടൈം PhD-കാർക്ക് 9,50,000, അതായത് ഏതാണ്ട് ഒരു 10 ലക്ഷത്തിന്റെ അടുത്ത് രൂപ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് ടെസ്റ്റുകളൊന്നും വേണ്ട കേട്ടോ. ഈ DPM ഫുൾ ടൈം ഉള്ളവർക്കാണ് ഇത്രയും ടെസ്റ്റുകൾ എഴുതിയിട്ട് കയറേണ്ടത്. പാർട്ട് ടൈം PhD-ക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് ക്വാളിഫയിങ് ടെസ്റ്റുകളുടെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ, അതുപോലെ റിട്ടേണബിലിറ്റി ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ അവരും കടന്നു പോവേണ്ടതുണ്ട്. ഈ ഒരു IIM PhD സ്റ്റുഡന്റിന്റെ പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് ലൈബ്രറി ആക്സസ് ആണ്. നിങ്ങൾ ജസ്റ്റ് IIM കോഴിക്കോടിന്റെ വെബ്സൈറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ IIM കോഴിക്കോടിന്റെ ലൈബ്രറിന്റെ വെബ്സൈറ്റിൽ, ലൈബ്രറിന്റെ പോർട്ടലിൽ പോയിട്ട് നളന്ദ എന്നാണ് ലൈബ്രറിന്റെ പേര്. സോ നളന്ദ ലൈബ്രറി IIM കോഴിക്കോട് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കിട്ടും. അവിടെ പോയിട്ട് A to Z റിസോഴ്സ് മെനുവിൽ ഉണ്ടാവും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സുകൾ അവിടെ അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. IIM കോഴിക്കോടിലുള്ള ഒരു PhD സ്റ്റുഡന്റിന് അതെല്ലാം ഫ്രീ ആണ്, അതെല്ലാം ആക്സസിബിൾ ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഗൂഗിൾ സ്കോളറിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു പേപ്പർ തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടിക്കോളണമെന്നില്ല. അതൊക്കെ ലോക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെയ്ഡ് ആയിരിക്കും. IIM-ൽ ഒരുവിധം ജേർണലുകളൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിലേക്കും ആക്സസ് ഉണ്ട്. IIM-ന്റെ ഉള്ളിൽ അതിന്റെ IP അഡ്രസ് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ പുറത്ത് ആണെങ്കിലും വീട്ടിലോ കാര്യങ്ങളിലോ ഒക്കെ ആണെങ്കിലും നമുക്ക് VPN വെച്ചിട്ടും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നിട്ടും നമുക്ക് ഇതിലേക്കൊക്കെ എന്തുണ്ടാകും, ആക്സസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് ഡാറ്റാബേസുകൾ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ വളരെ നിലവാരമുള്ള ഒരു ഡാറ്റാബേസ് ആണ് ബ്ലൂംബർഗ്. ഇത് എല്ലായിടത്തും ഇല്ല, ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ IIM-ൽ ഇത് സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റാബേസുകൾ, ഇപ്പൊ എക്കണോമിക് സ്റ്റുഡൻസ് ആണെങ്കിൽ CMI ഡാറ്റാബേസ്, അങ്ങനെ ഒരുപാട് ഡാറ്റാബേസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ന്യൂസ് പേപ്പർ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അതുപോലെ അനാലിസിസ് ടൂൾസ്, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ, SPSS, സാമോസ്, SEM പോലത്തെ നമുക്ക് അനാലിസിസ് ടൂൾസും നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് അവിടെ IIM-ൽ നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ടേണിറ്റിൻ എന്ന് പറഞ്ഞാൽ പ്ലേജറിസം ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ്. സോ ടേണിറ്റിന്റെ സബ്സ്ക്രിപ്ഷനും നമുക്കുണ്ട്. അതും ഓരോ കുട്ടിക്കും ഓരോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് ആയിട്ടുള്ളതല്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പേപ്പറിൽ എന്തെങ്കിലും പ്ലേജറിസം വന്നിട്ടുണ്ടോ, അതേപോലെ AI ഡിറ്റക്ഷനും ടേണിറ്റിൻ വെച്ചിട്ടാണ് ഇപ്പോൾ പല ജേണലുകളും ചെയ്യുന്നത്. സോ നമ്മുടെ പേപ്പറിൽ AI ഡിറ്റക്ഷൻ ഉണ്ടോ, അതുപോലെ പ്ലേജറിസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം നമ്മളൊരു ജേണലിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞ കോഴ്സ് വർക്കിൽ ഒരുപാട് കോഴ്സുകളിൽ നമ്മൾ അസൈൻമെന്റുകളും പ്രൊജക്ടുകളൊക്കെ ചെയ്യുന്നുള്ളത്, ഇതെല്ലാം നമ്മൾ ടേണിറ്റിനിൽ ചെക്ക് ചെയ്ത ശേഷം, പ്ലേജറിസം AI ഡിറ്റക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പ്രൊജക്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ റിസർച്ച് സെമിനാർസ് വരാറുണ്ട്, കോൺഫറൻസുകൾ വരാറുണ്ട്.
അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് സ്കിൽ ബിൽഡിംഗ് സെഷൻസ് വരാറുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ടൂൾസ്, നമ്മൾ പുതിയ ടൂൾസും കാര്യങ്ങളൊക്കെ വീണ്ടും പഠിക്കും. ഒരുപാട് ജേണൽസിന്റെ എഡിറ്റേഴ്സ് വന്നിട്ടൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു ജേണൽ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ അതുപോലെ ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതിനൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. ഇടയ്ക്ക് ഇപ്പോൾ MBA സ്റ്റുഡൻസിനൊക്കെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ പല ഫോറിൻ കൺട്രീസിൽ നിന്നും സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരും. പല ഫോറിൻ കൺട്രീസിൽ നിന്നും പ്രൊഫസേഴ്സ് ഇവിടെ കോൺഫറൻസുകളിലേക്കും അതുപോലെ ഒരുപാട് റിസർച്ച് സെമിനാറിനൊക്കെ വരും. അപ്പൊ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. പിന്നെ ഒരുപാട് ടോപ്പ് ലീഡേഴ്സ് ഇടയ്ക്ക് വന്നിട്ട് ടോക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരു IIM അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ തട്ടിയിട്ട് ഒരു കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് JRF നേടി ഒരു സാധാരണ യൂണിവേഴ്സിറ്റി, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കണക്ഷൻസിൽ മാത്രം ഇങ്ങനെ നിന്ന് ജീവിതം പാഴാക്കേണ്ട അവസ്ഥ. ഒരുപാട് പേര് PhD കഴിഞ്ഞാലും ജോലി ഇല്ലാത്തവരൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങളിലേക്ക് മാത്രം പോവാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് പോവാം. ഇപ്പൊ IIM പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ PhD കഴിഞ്ഞ ഒരുപാട് പേരും, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും പ്ലേസ്മെന്റുകൾ എവിടെയാണെന്നുള്ളത്. ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബിസിനസ് സ്കൂളുകളിലൊക്കെയാണ് അവർ പ്ലേസ്ഡ്. ഇനി വിദേശത്തായാലും വളരെ മികച്ചു നിൽക്കുന്ന ബിസിനസ് സ്കൂളുകളിലൊക്കെ അവർ പ്ലേസ്ഡ് ആണ്. ദെൻ ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു FT50 അല്ലെങ്കിൽ A-സ്റ്റാർ ജേണൽ, A ജേണൽ എന്നൊക്കെ. അപ്പൊ ഇതെന്താണെന്നൊന്ന് പറയാം. ABDC ജേണൽ റാങ്കിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഓസ്ട്രേലിയൻ ബിസിനസ് ഡീൻസ് കൗൺസിൽ. അപ്പോ ഇവര് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ജേണൽസ് ഇങ്ങനെ റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ Q1 Q2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പാക്ട് ഫാക്ടർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് മറ്റൊരു സിസ്റ്റം ആണ് ABDC ജേണൽ റാങ്കിങ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ IIM ഉള്ള ഒരു കുട്ടി, IIM PhD പഠിക്കുന്ന ഒരു സ്കോളർക്ക് മിനിമം ഒരു B ജേണലെങ്കിലും വേണം. ഇന്ത്യൻ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ജേണൽസ് ഒന്നും നിലവിൽ ഒരു A ജേണൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഈവൻ എക്കണോമിക്സിലെ ഇന്ത്യയിലുള്ള ഒരു ടോപ്പ് ജേണലാണ് EPW അഥവാ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി. അതുപോലും ഒരു B ജേണൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഏറ്റവും ഹൈ ലെവലിലുള്ള FT50 ടോപ്പ് 50, ലോകത്തിലുള്ള ടോപ്പ് 50 ജേണൽസ്, പിന്നെ A-സ്റ്റാർ ജേണൽസ്, A ജേണൽ, ഇവിടെയൊക്കെയാണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇവിടെ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ അക്കാദമിക് വേൾഡിൽ ശ്രദ്ധിക്കപ്പെടുന്നതും നമുക്ക് നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും. അപ്പൊ ഇതിലൊക്കെ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് IIM കോഴിക്കോടിലും അതുപോലെ എല്ലാ IIM-കളിലും ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്താലേ IIM-കളിൽ പ്രൊഫസർഷിപ്പ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. സോ നമ്മുടെ പ്രൊഫസേഴ്സ്, നമ്മുടെ ഗൈഡുമാരായിട്ടുള്ള പ്രൊഫസേഴ്സ് ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്തവരാണ്. അപ്പൊ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു കാര്യം, അപ്പോൾ ഞാൻ ഈ ലിങ്ക് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കിട്ടും. ഓക്കെ, അതൊരു എക്സൽ ഫയലാണ്, ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ജേണൽസ്, അപ്പൊ ഒരു കാര്യം പറയാണ്ട്, ആ ജേണൽസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ചിലതൊക്കെ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിരിക്കും. സബ്സ്ക്രിപ്ഷൻ ഉള്ള അങ്ങനത്തതാണെങ്കിൽ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക, ഒന്ന് നോക്കി വെക്കുക. ഇതുപോലത്തെ പേപ്പറൊക്കെ ആയിരിക്കും നമുക്ക് എഴുതാനുണ്ടായിരിക്കുക, നമുക്ക് പബ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാനുണ്ടായിരിക്കുക. മാത്രമല്ല അത്തരം പേപ്പേഴ്സ് ആണ് നിങ്ങൾ വായിക്കേണ്ടത്. ഈവൻ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാൻ പോലും നിങ്ങളൊരു A-സ്റ്റാർ A ജേണലുകളിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ മിനിമം ഒരു B ജേണലുകളിൽ നിന്നെങ്കിലും ആയിരിക്കണം നമ്മൾ പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെതായ റാങ്കിങ് ഉള്ള പേപ്പേഴ്സ് സെലക്ട് ചെയ്യരുത്, ഈവൻ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിന് പോലും. പിന്നെ അടുത്തൊരു കാര്യമാണ്, IIM-കളൊക്കെ ചോദിക്കുന്നത് പ്രൊപ്പോസൽ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പകരം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഥവാ SOP. അപ്പൊ SOP എന്താണ്, എങ്ങനെ അത് എഴുതാം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഒരു കമ്മിറ്റീനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയല്ല SOP അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പർപ്പസ് എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് SOP കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ SOP-യിൽ IIM കോഴിക്കോടിന്റെ അഡ്മിഷൻ പോളിസിന്റെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ സ്പെഷ്യലായിട്ട് തന്നെ പറയുന്നുണ്ട് SOP-യിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. വേർഡ് ലിമിറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ SOP-യിൽ ഔട്ട്ലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് റിസർച്ച് മോട്ടിവേഷൻ, മറ്റൊന്ന് അക്കാദമിക് ഇൻട്രസ്റ്റ്, മറ്റൊന്ന് പ്രൊഫഷണൽ ഗോൾസ്. അപ്പൊ ഈ 3 കാറ്റഗറി എന്ത് വേണം, ഈ 3 ഹെഡിങ്ങുകളായിട്ട് തന്നെ നിങ്ങൾ SOP ഔട്ട്ലൈൻ ചെയ്യാം.
ഇത്രേ ആവശ്യമുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് വലിച്ചു വാരിയിടും വേണ്ട. ഒരു 3 മുതൽ 4 പേജ് മാക്സിമം, അതിനേക്കാൾ കൂടുകയും വേണ്ട. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം, നിങ്ങളുടെ റിസർച്ച് മോട്ടിവേഷൻ മനസ്സിലാക്കണം. ഇത് റിസർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ആ SOP ഒരു 2 മിനിറ്റ് കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവോ? അതൊരു ഗുഡ് SOP ആയിരിക്കും. അപ്പോൾ ടിപ്സ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാനൊന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ടിപ്സ് എന്ന് പറഞ്ഞാൽ പറയാം. ആദ്യം ക്ലാരിറ്റി ഓഫ് പർപ്പസ്. എന്തിനാണ് എനിക്കൊരു PhD? ചുമ്മാ ഒരു നേരം പോക്കിനാണോ, അല്ലെങ്കിൽ ജോബിൽ നിന്ന് വിട്ടു നിൽക്കാനാണോ? അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കേറിയിട്ട് എഴുതരുത്. അതിനല്ല നമുക്ക് PhD. എന്തിനാണ് PhD എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ലോങ് ടേം റിസർച്ച് മോട്ടിവേഷൻ എന്താണ്? ഈ ഒരു PhD കാരണം, അല്ലെങ്കിൽ നമ്മളിപ്പം 5 വർഷത്തേക്ക് കമ്മിറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ലോങ് ടേമിലേക്കുള്ള റിസർച്ച് മോട്ടിവേഷൻ എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു PhD എന്നുള്ളത് ഒരു ബാക്കപ്പ് പ്ലാൻ അല്ല, ഇതൊരു ഡെലിബറേറ്റ് ചോയ്സ് ആണെന്ന് ഉള്ള രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇനി റിസർച്ച് ഇൻട്രസ്റ്റ്. നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ കുറേ സാധനങ്ങൾ കൊടുക്കരുത്. 1-2 കാര്യങ്ങൾ മാത്രം കൊടുക്കുക. 1-2 ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എക്കണോമിക്സിലേക്ക് വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ എക്കണോമിക്സിൽ തന്നെ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഉണ്ടായിരിക്കാം, ലേബർ എക്കണോമിക്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ 1-2, അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ എക്കണോമിക്സിലുള്ള എല്ലാം കയറിയിട്ട് അങ്ങ് എഴുതരുത്. ഓക്കെ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ SOP എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്നല്ല, അതൊന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കാം. നേരെ മറിച്ച് നിങ്ങൾ ഒരു 1-2 ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ പറയുകയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ആ ഏരിയ ഡീപ്പായിട്ട് അങ്ങ് പഠിക്കുക, അത് മാത്രം ഇതിൽ സ്റ്റേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഇവോൾവ് ആയത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ PGക്കോ ഡിഗ്രിക്കോ ഒക്കെ ചെയ്തിട്ടുള്ള ഡിസർട്ടേഷനാണോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ ലൈഫിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകളിൽ നിന്നാണോ ഇത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും റോൾ മോഡൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്, അവരെ പോലെ ആവാൻ ആഗ്രഹം ഉണ്ട്, അങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലൂടെ ഇവോൾവ് ആയി വന്നതാണോ? എന്താണ് കാരണം, എന്താണ് ഈ റിസർച്ചിന് കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇൻട്രസ്റ്റിന് കാരണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ജാർഗൺസ് ഒക്കെ ഒഴിവാക്കുക, നല്ല കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. കോംപ്ലക്സ് ആയിട്ട് കുറെ വാക്കുകൾ, ഫാൻസി വാക്കുകൾ അതും ഇതും വെച്ചിട്ടൊന്നും SOP അങ്ങ് നിറക്കരുത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിരിക്കണം നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളും, മോട്ടിവേഷനും പ്രൊഫഷണൽ ഗോൾസും എല്ലാം. ഇനി നിങ്ങൾക്ക് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ മതി. അതായത് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കുമ്പം അതിൽ നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് സ്പെസിഫിക് ടോപ്പിക്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു, ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു ബ്രോഡ് ഏരിയ ആണ് പറയേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾക്ക് അതിൽ ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിനോ അല്ലെങ്കിൽ ലൈഫ് കണക്ഷനോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങളുടെ ഈ ഒരു റിസർച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ അങ്ങനെ വന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് അങ്ങനെ വന്നതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി എന്തെങ്കിലും ഇന്റേൺഷിപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യേ, പ്രസന്റ് ചെയ്യേ, എന്തെങ്കിലും പ്രൊജക്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അതും അവിടെ സ്റ്റേറ്റ് ചെയ്യാം. കമ്പൽസറി അല്ല, ഓൾറെഡി പബ്ലിക്കേഷൻസ് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ തീസിസോ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ഡിഗ്രി PG പ്രൊജക്ടുകൾ, തീസിസ്, ഡിസർട്ടേഷനുകളൊക്കെ, ഇപ്പോൾ MPhil ഒക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് മേ ബി തീസിസ് ഉണ്ടായിരിക്കാം. അത് ഗുഡ് ആണ്, വളരെ നല്ലതാണ്. ഇതിന് എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതും കൂടി സ്റ്റേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മെത്തഡോളജിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ, തിയറി എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അക്കാദമിക് ലൈഫ് ഒരു കരിയർ ലൈഫ് ഒക്കെ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ബ്രേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് പറയാം. അത് SOPയിലല്ല, അപ്ലിക്കേഷന്റെ സമയത്ത് ഓൾറെഡി അക്കാദമിക് ബ്രേക്കോ കരിയർ ബ്രേക്കോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ട്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് സത്യസന്ധമായിട്ട് സ്റ്റേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഓൾറെഡി മുന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാവും എന്തെങ്കിലും ബ്രേക്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അവർ ചോദിക്കും. ആ സമയത്ത് വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റണം. അത് വളരെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ആൻസേഴ്സും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി
ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഏരിയ ഫിറ്റ് സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക SOP-യിൽ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ IIM കോഴിക്കോടിലേക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ IIM കോഴിക്കോട് തിരഞ്ഞെടുക്കാൻ കാരണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ ഫാക്കൽറ്റീസിന്റെയും പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. IIM-ന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റി പ്രൊഫൈൽ കാണാം. എന്നിട്ട് അവരുടെ പബ്ലിക്കേഷൻസും കോൺഫറൻസുകളും ടീച്ചിങ്ങും ഇൻട്രസ്റ്റുകളും ഏതൊക്കെയാണെന്ന് ആ ഫാക്കൽറ്റി പ്രൊഫൈലിൽ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും ഇതും തമ്മിൽ അലൈൻ ആവുന്നുണ്ടോ? അത് മാത്രമല്ല ആ ഒരു ഏരിയയിൽ നിന്ന്, ആ ഒരു IIM-ലെ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് എന്തെല്ലാം പബ്ലിക്കേഷൻസ് ആണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലത്തെ പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ വർക്കുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് IIMs-ൽ അപ്ലൈ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ SOP കൊണ്ടുപോയി കൊടുക്കരുത്, ഡിഫറെന്റ് SOP തന്നെ കൊടുക്കുക. ആ സ്ഥലത്തുള്ള ഫാക്കൽറ്റീസിന്റെ പ്രൊഫൈൽസ് ചെക്ക് ചെയ്തിട്ട് അവരുടെ ഏരിയാസുമായിട്ട് നമ്മളുടെ അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കിയ ശേഷം അതിനനുസരിച്ചുള്ള രൂപത്തിൽ വേണം SOP കൊടുക്കാൻ. ഇനി ഏരിയ സ്ട്രെങ്ത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. അത് ചുമ്മാ നമ്മളിപ്പോ ഒരു ഏരിയയിലുള്ള സ്പെസിഫിക് പ്രൊഫസർമാരെ സ്റ്റേറ്റ് ചെയ്യാനാണെങ്കിൽ അവരുടെ നെയിം പറഞ്ഞുകൊണ്ട് ചെയ്യണ്ട. അത് ഇനിയിപ്പോ ജെന്യൂൻ ആയിട്ട് അങ്ങനെ പേര് പറയണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ പേര് പറയണ്ട. പക്ഷെ ഈ ഏരിയന്റെ സ്ട്രെങ്ത്, ഈ ഇന്ന പേപ്പേഴ്സ് ഒക്കെ അവരുടെ സ്ട്രെങ്ത് ആണെങ്കിൽ ഈ രൂപത്തിലുള്ള സ്റ്റഡീസ് ഒക്കെ ഈ ഏരിയന്റെ സ്ട്രെങ്ത് ആണ്, അപ്പൊ അതുപോലെ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ആ ഒരു സ്പെസിഫിക് IIM-ലുള്ള കോഴ്സുകളുടെ കൾച്ചർ എങ്ങനെയാണ്, റിസർച്ച് കൾച്ചർ എങ്ങനെയാണ്, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ മോട്ടിവേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. പിന്നെ ജനറൽ ആയിട്ടുള്ള IIM ഈസ് വെരി പ്രസ്റ്റീജിയസ് എന്നുള്ള രൂപത്തിലേക്കുള്ള സൂചിപ്പിക്കലുകളൊന്നും SOP-യിൽ വെക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അതായത് ഇപ്പൊ കോഴ്സ് വർക്കിന്റെ സമയത്ത് ഫസ്റ്റ് ഇയറിൽ കോമൺ കമ്പൽസറി കോഴ്സുകളാണ്. നിങ്ങൾ ഈവൻ ഇപ്പോ ഒരു ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ് മാനേജ്മെന്റിലേക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പൊളിറ്റിക്കൽ സയൻസിലുള്ള കുട്ടിയോ ജേർണലിസത്തിലുള്ള കുട്ടിയോ ഒക്കെ വരികയാണെങ്കിലും അവർക്കും ഈ ക്വാണ്ടിറ്റേറ്റീവ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്കിൽസ് സ്റ്റേറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ഇവിടെ നന്നായിട്ട് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് നിങ്ങൾക്ക് കുറച്ചൊരു മാത്സും സ്റ്റാറ്റും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്നുകൂടി ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയാൽ നന്നായിരിക്കും. പിന്നെ സോഫ്റ്റ്വെയറുകൾ ഏതെങ്കിലുമൊക്കെ അറിയോ? അപ്പൊ ഫോർ എക്സാമ്പിൾ എക്സൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പൊ എക്സലിൽ ഡാറ്റ അനാലിസിസോ സോൾവറോ ഒക്കെ യൂസ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ മാത്രം അത് സ്റ്റേറ്റ് ചെയ്താൽ മതി. പിന്നെ സ്റ്റാറ്റ 6, പൈത്തൺ, എൻവിവോ, മോസ് അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ, ഒന്നോ രണ്ടോ സോഫ്റ്റ്വെയറുകളൊക്കെ ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി അറിഞ്ഞില്ലെങ്കിലും വേണ്ട, റിയൽ ആണെങ്കിൽ മാത്രം എഴുതുക, ഒരിക്കലും ഫേക്ക് ആയിട്ട് എഴുതരുത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ നിങ്ങൾ കുടുങ്ങിപ്പോവും. സോ റിയൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, കോഴ്സ് വർക്കിൽ ഇതെല്ലാം സ്ക്രാച്ച് മുതൽ നമ്മൾ പഠിക്കും. പിന്നെ SOP-യിൽ നിങ്ങളുടെ വില്ലിങ്നെസ് ടു ലേൺ ആണ് കാണിക്കേണ്ടത്, അല്ലാതെ ഓവർ കോൺഫിഡൻസ് അല്ല. ഇനി കരിയർ ഗോൾസ്, മൂന്നാമതായിട്ട് പ്രൊഫഷണൽ ഗോൾസ് എഴുതാനാണല്ലോ. അപ്പൊ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കാദമിക് ആൻഡ് റിസർച്ച് ഓറിയന്റഡ് ഗോൾസ്. ഇതൊരു ലോങ് ടേം ഗോൾ ആയിട്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യുക. അതല്ലാതെ അത് കിട്ടിയില്ല അതുകൊണ്ട് ഇതിലോട്ട് വന്നു, എനിക്ക് സിവിൽ സർവീസിനെ കുറെ ട്രൈ ചെയ്തു അത് കിട്ടിയില്ല അതുകൊണ്ട് ഇതിലോട്ട് വന്നു, അങ്ങനെയൊന്നും കയറിയിട്ട് ചെയ്യരുത്. ഇനി ഈ ഇൻഡസ്ട്രിയിലേക്കാണോ പോളിസിയിലേക്കാണോ അക്കാദമിക്സിലേക്കാണോ എന്തിലേക്കാണ് പോകാൻ താല്പര്യം എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി റിസർച്ച് ഔട്ട്പുട്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അതല്ലാതെ വലിയ സാലറി കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ള രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഭയങ്കര വലിയ പ്ലേസ്മെന്റ് കിട്ടും അങ്ങനെയൊന്നും കയറിയിട്ട് എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം റിസർച്ച് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ SOP ഭയങ്കര കോംപ്ലക്സ് ആക്കി ഇടരുത്, സിമ്പിൾ ആയിരിക്കുക, ക്ലിയർ ആയിരിക്കുക, പ്രൊഫഷണൽ ആയിരിക്കുക. ഇനി സബ്മിഷന് മുമ്പ് നിങ്ങൾ ഇപ്പൊ ഒരു 3-4 പേജിന്റെ SOP ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഔട്ട്ലൈൻ ചെയ്തു, ഇതെല്ലാം വെച്ചു, ശേഷം ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഇത് 2 മിനിറ്റ് കൊണ്ട് ഒരാൾ വായിക്കുന്ന സമയത്ത് ഇത് എന്റെ റിസർച്ച് ഇൻട്രസ്റ്റും മോട്ടിവേഷനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ഈ SOP എന്റെ പോലെ സംസാരിക്കുന്നുണ്ടോ, അതോ ഒരു കോച്ചിങ് നോട്ടോ ChatGPT പോലെയാണോ സംസാരിക്കുന്നത്? ഇനി ഇതിലെ ഓരോ ലൈനും അതിൽ നിന്ന് ഉള്ളുന്ന ക്വസ്റ്റ്യൻ വന്നാൽ പോലും എനിക്കത് ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനോ പറയാനോ പറ്റുമോ? ഇന്റർവ്യൂവിന്റെ മുന്നിൽ എനിക്ക് അതിലെ ഓരോ ലൈനും വെച്ചിട്ട് സമർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ലൈന് ആ SOP-യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ വെള്ളം കുടിക്കും. ദെൻ റിമെമ്പർ, ഒരു നല്ല SOP സെലക്ഷൻ ഗ്യാരണ്ടി ചെയ്യണം എന്നില്ല, പക്ഷെ ഒരു വീക്ക് SOP റിജക്ഷൻ ഗ്യാരണ്ടി ചെയ്യും ഓൾമോസ്റ്റ്. ഇനി നിങ്ങൾക്ക് AI യൂസ് ചെയ്യാൻ പറ്റുമോ?
റിസർച്ചിലാവട്ടെ SOP ക്രിയേഷനിലാവട്ടെ ഇവിടൊക്കെ AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എത്തിക്കലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഔട്ട്സോഴ്സ് ചെയ്ത് മുഴുവൻ പണിയും AI കൊണ്ട് എടുപ്പിച്ച് അതല്ല അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ AI നിങ്ങൾക്ക് റിസർച്ചിലും നിങ്ങളുടെ എഴുത്തിലും കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഒരു അസിസ്റ്റന്റ് പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ ചുമ്മാ മേക്ക് ആൻ SOP ടു സബ്മിറ്റ് ഫോർ IIM PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ChatGPT നിങ്ങൾക്ക് SOP ഉണ്ടാക്കി തരും. പക്ഷെ അത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ടേണിറ്റിന് പ്ലേജർസും AI ഒക്കെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ടേണിറ്റിനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ശതമാനമാണ് AI വന്നിട്ടുള്ളത്, ഏത് ലൈനാണ് AI വന്നിട്ടുള്ളത് വരെ അതിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും, ഏത് ലൈനാണ് പ്ലേജർസം വന്നിട്ടുള്ളത് അതൊക്കെ കാണിക്കും. ഇനി AI എന്തിനു യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനാലിസിസുകളോ പ്രോഗ്രാമിങ്ങിന്റെ കോഡ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സേ അല്ലാത്തവർക്ക് ഈ കോഡ്സ് ഒന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, പക്ഷെ ഞാൻ വളരെ നന്നായിട്ട് ഇപ്പൊ കോഡിങ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കോഡ്സ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ അതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ കോഡ്സ് നോക്കുന്നത്. ഓക്കെ, അതുപോലെ സ്ട്രക്ചർ ചെയ്യാൻ ഇപ്പൊ നമുക്കൊരു ജേർണലിന്റെ രൂപത്തിൽ നമുക്ക് നമ്മുടെ പേപ്പറിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്റക്സ് കോഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വെബിനാറിന്റെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ SOP എൻ്റയർലി ഔട്ട്സോഴ്സ് ചെയ്യരുത്, ജസ്റ്റ് ChatGPT നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് റിജക്ഷൻ സാധ്യത കൂടുതലാണ്, AI ഡിറ്റക്ട് ചെയ്യുക. ഇനി അതൊന്നും അല്ല, നിങ്ങൾക്ക് അതൊക്കെ അതിൽ നിന്നൊക്കെ കടന്നു വന്ന് നിങ്ങൾ അഥവാ ഷോർട്ട് ലിസ്റ്റ് ആയാലും ഇന്റർവ്യൂ പ്രോസസ്സ് ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു ലൈന് പോലും, നിങ്ങളുടേതല്ലാത്തൊരു ലൈന് പോലും നിങ്ങൾ അതിൽ കൊടുക്കാതിരിക്കുക. ഇനി അപ്പൊ ഇതുവരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ക്രെഡൻഷ്യൽസ് മേ ഗെറ്റ് യു ഷോർട്ട് ലിസ്റ്റഡ്, ക്ലാരിറ്റി ആൻഡ് ഹോണസ്റ്റി ഗെറ്റ് യു സെലക്ടഡ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് റിട്ടേൺ ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂ. അപ്പൊ സ്റ്റേജ് 1 ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ആണ്. നമ്മൾ CV SOP നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഈ ടെസ്റ്റ് പിന്നെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകൾ CAT ആണോ നെറ്റ് ആണോ എന്താണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് വിചാരിക്കാം. സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറൽ ഓറിയന്റേഷൻ ആൻഡ് അസസ്മെന്റ് ആണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഈ സെന്ററുകളിൽ ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോഴിക്കോട് ഈ സെന്ററുകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് അഥവാ റിട്ടൺ അബിലിറ്റി ടെസ്റ്റ് എഴുതണം. അതിനൊരു മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തരും. 30 മിനിറ്റിന്റെ ഒരു എസ്സേ നമ്മൾ ആ സമയത്ത് പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ട് എഴുതണം. മറ്റൊന്നാണ് DOC അഥവാ ഡോക്ടറൽ ഓറിയന്റേഷൻ കോൺവെർസേഷൻ അഥവാ ഇന്റർവ്യൂ, ഫസ്റ്റ് ഇന്റർവ്യൂ ഇതായിരിക്കും. അപ്പൊ നിങ്ങളുടെ റിസർച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്റർവ്യൂവിലാണ് മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇതില് ഈ റിട്ടേൺ അബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ 30 മിനിറ്റ് പെൻ ആൻഡ് പേപ്പർ ഒരു എസ്സേ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതില് ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് നോക്കുന്നത്: ആർഗ്യുമെന്റ് ക്ലാരിറ്റി, ലോജിക്കൽ സ്ട്രക്ചർ, ഇൻസൈറ്റ് ഡെപ്ത്, ടോപ്പിക് റെലവൻസ്, ലാംഗ്വേജ് കൊഹറൻസ്. അപ്പൊ ഇന്റർവ്യൂ 1 അതാണ് DOC, ഡോക്ടറൽ ഓറിയന്റേഷൻ കോൺവെർസേഷൻ. സോ അതൊരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആയിരിക്കും. ആ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ IIM കോഴിക്കോടില് 2 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലാത്ത IIMകളിൽ നിന്നും ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു കോൺവെർസേഷൻ അഥവാ ആ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ റിസർച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നോക്കും. അതിൽ ഓരോ ക്രൈറ്റീരിയക്കും 1 to 10 അഥവാ ലോ ടു ഹൈ റാങ്കിങ് ഉണ്ടായിരിക്കും. ഇവയാണ് അതിന്റെ പാരാമീറ്റേഴ്സ്: ഡോക്ടറൽ മോട്ടിവേഷൻ, ലേണിംഗ് ക്യൂരിയോസിറ്റി, അനലിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ, പെർസീവറൻസ് മാനേജ്മെന്റ്, ഇന്റഗ്രിറ്റി ഫിറ്റ്. ഇതിന് നിങ്ങൾക്ക് ഓരോ ക്രൈറ്റീരിയക്കും 1 to 10 റാങ്ക് ഇടും ഓരോ പാനൽ എക്സ്പേർട്ടും. ദെൻ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ അടുത്ത സ്റ്റേജിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ഇതിൽ നിന്നാണ് നടക്കുക. അപ്പൊ ഇതാണ് കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത്. Then interviews do not test how much you know, but how you think when you don't know. അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, എസ്പെഷ്യലി ഒരു PhD ഇന്റർവ്യൂക്ക്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം വലിയ അറിവുള്ള ആളാണ് എന്നുള്ളതല്ല ഒരു PhD ഇന്റർവ്യൂ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റും മോട്ടിവേഷനും പെർസീവറൻസും ഉണ്ടോ എന്നുള്ളതും അറിയാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതുമാണ്. അറിയാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ ബബ്ബ അടിച്ചു വിടരുത്, അഥവാ എന്തെങ്കിലും കയറി എന്ന് പറയരുത്. അറിയാത്ത കാര്യം ഞാൻ പഠിക്കാൻ തയ്യാറാണ് എന്നുള്ള വില്ലിങ്നെസ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും. ദെൻ അപ്പൊ സ്റ്റേജ് 2 കഴിഞ്ഞ് സ്റ്റേജ് 3 എത്തുന്ന സമയത്ത് വീണ്ടും ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ ഓൺലൈൻ ആണ്. ഇത് നിങ്ങളുടെ സബ്ജക്ട് അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഏരിയയിലുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക.
ഈ ഇന്റർവ്യൂവിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഓൺലൈൻ ആണ്. നല്ല കണക്ടിവിറ്റിയും കാര്യങ്ങളും നിർബന്ധമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇന്റർവ്യൂവിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലും റീ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അത് IIM പ്രത്യേകം വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, ഈ ഒരു അഡ്മിഷൻ പോളിസിയിൽ പറയുന്നുണ്ട്, റീ ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കണക്ഷനും ആ ഇന്റർവ്യൂവിന്റെ ദിവസം കണക്ഷനും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കിയിരിക്കുക. ഒരു ടിപ്പും കൂടി പറയാം, വൈഫൈയും ബ്ലൂടൂത്തും കൂടി ഒരുമിച്ച് ഓൺ ആക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷനിൽ ഭയങ്കര ഇൻട്രപ്ഷൻസ് ഒക്കെ വരും. പിന്നെ ഓഡിയോ നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ല, ഒരു കണക്റ്റഡ് ഹെഡ്സെറ്റ്, വയേർഡ് ഹെഡ്സെറ്റ് തന്നെ യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു മാത്രമല്ല, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മിസ്റെപ്രസെന്റേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓൺലൈൻ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പകരം മറ്റൊരാൾ ഇടാനോ അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും ഒരു AI ടൂൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനോ ഒന്നും നിൽക്കരുത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ IIM നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും, ലീഗലി മുന്നോട്ട് പോവും എന്നുള്ളതും അഡ്മിഷൻ പോളിസിയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റയർ അഡ്മിഷൻ പ്രോസസ്സിൽ ഏത് സ്റ്റേജിലും എന്തെങ്കിലും മിസ്റെപ്രസെന്റേഷനോ മാൽ പ്രാക്ടീസോ എന്തെങ്കിലും തരത്തിലുള്ള ഫാബ്രിക്കേഷനോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഇൻ കേസ് അങ്ങനെയൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളും റദ്ദാവുകയും നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഹോണസ്റ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ്. ഇവിടെയും 1 to 10 സ്കെയിലിൽ അവർ റാങ്ക് ചെയ്യും. കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി, അനലിറ്റിക്കൽ റീസണിങ്, ഇന്റഗ്രേറ്റീവ് തിങ്കിങ്, റിസർച്ച് ഓറിയന്റേഷൻ, ഡോക്ടറൽ റെഡിനെസ്. ദെൻ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കമ്പോസിറ്റ് സ്കോർ വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ, ദെൻ വാട്ട് പെർഫോമൻസ് എന്ന് വെച്ചാൽ റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് പെർഫോമൻസ്, DAC പെർഫോമൻസ്, നമ്മുടെ ആ ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ്, ഇതെല്ലാം വെച്ചിട്ടുള്ള കമ്പോസിറ്റ് സ്കോർ വെച്ചിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫൈനൽ സെലക്ഷനുള്ള വെയിറ്റേജുകൾ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ ക്ലാസ്സുകളുടെ ക്ലാസ് 10, 12, പോസ്റ്റ് ഗ്രാജുവേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഈ ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റ്, ഡോക്ടറൽ ഏരിയ കോൺവെർസേഷൻ വെച്ച് എല്ലാത്തിനും വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും വെയിറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ പെർഫോമൻസ് സ്കോറിങ്ങിന്റെ സ്കീമാണിത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ രൂപത്തിലാണ് നമ്മുടെ സ്കോറിങ് ഉണ്ടായിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 80% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 15 പോയിന്റ് ഉണ്ടായിരിക്കും. ഇനി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് 80% മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് അവിടെ ഉണ്ടായിരിക്കും. ഈ രൂപത്തിലേക്കാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ കീ ടൈം ലൈൻസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജനുവരി 23-ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫെബ്രുവരി 6 മുതൽ മാർച്ച് 28 വരെയുള്ള ഒരു കാലയളവിലായിരിക്കും. ഫ്രീക്വന്റ് ആയിട്ട് മെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ IIM അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മെയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ആ മെയിലിലേക്കായിരിക്കും എല്ലാ കോൺവെർസേഷനുകളും വരിക. ആപ്ലിക്കേഷൻ ഫീ നോൺ റീഫണ്ടബിൾ ആണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ മെയിൽ മിസ്സായി, നിങ്ങൾ അറിയാതിരുന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ മെയിൽ വഴിയായിരിക്കും എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടത്തുക. അതല്ലാതെ വെബ്സൈറ്റിൽ ഷോർട്ട് ലിസ്റ്റഡ് കാര്യങ്ങളൊന്നും ചെയ്യൂല. നിങ്ങളുടെ മെയിലിലേക്ക് ആയിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടാവുക. പിന്നെ ഷോർട്ട് ലിസ്റ്റിങ്ങിന് ശേഷം നിങ്ങളെ ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും. ആ വെരിഫിക്കേഷന്റെ സമയത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളത്. അതായത് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫൈനൽ ഇയറിലുള്ളവർക്ക് കിട്ടാൻ നേരം വൈകുമല്ലോ. അതുകൊണ്ട് അവർക്ക് പ്രോഗ്രാമിൽ അവർ സെലക്ട് ആയ ശേഷം ഡിസംബറിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ആ സമയമാകുമ്പോഴേക്കും ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളവർ നിർബന്ധമായിട്ടും വെരിഫിക്കേഷന്റെ സമയത്ത് ഇത്രയധികം സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കണക്ടിവിറ്റി ശ്രദ്ധിക്കുക. നല്ലൊരു എൻവയോൺമെന്റിലാണ് ഇരിക്കുന്നത്. വെൽ ഡ്രസ്ഡ് ആയിരിക്കുക. ഓൺലൈൻ ആണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഇരിക്കരുത്. നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക. പ്രൊഫഷണൽ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഫേക്ക് ആൻഡ് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സോ മിസ്റെപ്രസെന്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലീഗൽ ആക്ഷൻസ് ഉണ്ടായിരിക്കും അവർക്കെതിരെ. ഇനി നമ്മൾ കോഴ്സ് വർക്കുകളുടെ കാര്യം നോക്കാം. കോഴ്സ് വർക്കിന്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴ്സ് വർക്കിന്റെ സബ്ജക്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സെമസ്റ്റർ 1-ൽ 21 മുതൽ 25 ക്രെഡിറ്റ്സ് വരെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ മാനേജ്മെന്റ് ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിലോസഫി, റിസർച്ച് മെത്തഡോളജി, ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് തിയറി ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കുക. പിന്നെ സെമസ്റ്റർ 2-ൽ അക്കാദമിക് റൈറ്റിംഗ്,
മെത്തഡോളജിക്കൽ കോഴ്സുകൾ, സർവേ ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്, മൾട്ടിവേരിയറ്റ് അനാലിസിസ്, എക്കണോമെട്രിക്സ് ഫോർ മാനേജ്മെന്റ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ ഇത് കോമൺ ആണ്. ഇത് നിങ്ങളിപ്പോ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്ട് ഇപ്പൊ HLMO, സൈക്കോളജിയോ, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അങ്ങനെ ഒരു ഏരിയയിലേക്കാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഫിനാൻസ് ആരും എക്കണോമിക്സ് ആരും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് സബ്ജക്ട്സുകളും പഠിക്കേണ്ടി വരും. അതുപോലെ ഈ ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് ആർക്ക് ക്വാളിറ്റേറ്റീവ് പക്ഷെ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അവരും ഈ ക്വാളിറ്റേറ്റീവ് സബ്ജക്ട്സും പഠിക്കേണ്ടതുണ്ട്. സോ ഇവിടെ മാത്രമല്ല, ഇവിടെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചും കൂടിയാണ് കേട്ടോ. സെമസ്റ്റർ 3 പെഡഗോജി അതുപോലെ ഏരിയ ആൻഡ് ക്രോസ് ഏരിയ കോഴ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ഏരിയ ആൻഡ് ക്രോസ് ഏരിയ കോഴ്സുകൾ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇലക്ടീവുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സെമസ്റ്റർ 3. ഇനി DPM ടീച്ചിങ് ട്രാക്കിന്റെ കോഴ്സുകൾ ഇങ്ങനെയാണ്. ജസ്റ്റ് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഓൾമോസ്റ്റ് കോഴ്സുകളൊക്കെ ഒരുപോലെ തന്നെയാണുള്ളത്. DPM പ്രാക്ടീസ് ട്രാക്കിന്റെ കോഴ്സുകൾ ഇങ്ങനെയാണ്, അഥവാ നമ്മുടെ പാർട്ട് ടൈം PhDന്റെ കോഴ്സുകൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് IIM കോഴിക്കോടിന്റെ അഡ്മിഷൻ കാര്യങ്ങളും അതുപോലെ അവിടുത്തെ PhDന്റെ സ്ട്രക്ചറും കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ IIM അഹമ്മദാബാദിന്റെ ആണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 21. അപ്പൊ അവരൊരു ഫ്ലിപ്പ് ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ബ്രോഷർ. ആ ബ്രോഷർ ഈ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. IIM അഹമ്മദാബാദിന്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ അവിടെയുള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഫുഡ് ആൻഡ് അഗ്രി ബിസിനസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ സിസ്റ്റം, ഇന്നോവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ആൻഡ് ഡിസിഷൻ സയൻസ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, പബ്ലിക് സിസ്റ്റം, സ്ട്രാറ്റജി. അപ്പൊ അവിടുത്തെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇയർ 1 and 2 കോഴ്സ് വർക്ക്, ഇയർ 3 മുതൽ ഇപ്പൊ IIM കോഴിക്കോട് പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ വർഷം മുതലാണ് നമ്മുടെ റിസർച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് അവിടെയുള്ളത്. ഓക്കെ, പക്ഷെ സെമസ്റ്റർ സിസ്റ്റം ആണോ ട്രൈമസ്റ്റർ സിസ്റ്റം ആണോ എന്നുള്ളത് ക്ലിയർ അല്ല. അത് അവർ അനൗൺസ് ചെയ്യും. ഇതുവരെ ഉള്ളത് ട്രൈമസ്റ്റർ സിസ്റ്റം തന്നെയാണ്. ഇനി മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ അനൗൺസ് ചെയ്യും. ഓൾറെഡി ഉണ്ടോ എന്നുള്ളത് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ടെസ്റ്റിന്റെ വാലിഡിറ്റികൾ പറയാം. CAT ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. CATന്റെ വാലിഡിറ്റി 5 വർഷം. ദെൻ GRE 5, GMAT 5, GATE 3, JRF 3, SRF 1. ദെൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് CAT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലേക്കും കൊടുക്കാം. CAT ഇല്ലെങ്കിൽ അതിന് പകരം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എക്കണോമിക്സിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ GRE, GMAT, GATE, UGC NET, JRF ഇൻ എക്കണോമിക്സ് തന്നെ സ്പെഷ്യലി പറയുന്നുണ്ട്. എക്കണോമിക്സ് സബ്ജക്റ്റിൽ UGC JRF തന്നെ വേണം, നെറ്റ് മാത്രം പോരാ. ഓക്കെ, അതുപോലെ പക്ഷെ JRF അല്ലാത്ത സബ്ജക്റ്റുകളും ചിലതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് പോളിസി, പബ്ലിക് സിസ്റ്റം നോക്കുക. അവിടെ പറയുന്നതിൽ UGC NET, അവിടെ UGC NET JRF തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് എല്ലാത്തിലും ഇല്ല. ചില കോഴ്സ് ഇപ്പൊ അല്ലെങ്കിൽ ഗേറ്റ് മതി, ഗേറ്റ് ഉണ്ടെങ്കിലും ഓക്കെയാണ്. ചിലതിനൊന്നും JRF നിർബന്ധം പറയുന്നില്ല, ചിലതിന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കുക. ഇതിൽ JRF നിർബന്ധം പറയുന്നത് ആ രൂപത്തില്, അല്ലാത്തത് വേറെ ഏത് ടെസ്റ്റുകളാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അവിടുത്തെ സ്റ്റൈപ്പൻഡ് രീതി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒന്ന് മന്ത്ലി സ്റ്റൈപ്പൻഡ് സെയിം ആസ് IIMക്ക് 42,000, 45,000, 50,000 ആ രൂപത്തിൽ തന്നെയാണ് അവിടെയും പോകുന്നത്. പിന്നെ IIM കോഴിക്കോടില് കണ്ടിജൻസി ഗ്രാന്റ് ആയിട്ട് 5 ലക്ഷം എന്നുള്ളതായിരുന്നു ടോട്ടൽ ആയിട്ട്. ഇവിടെ അങ്ങനെയല്ല, വർഷത്തിൽ 35,000 പ്രിന്റിങ് കാര്യങ്ങൾക്ക്, പിന്നെ റീഇംബേഴ്സ്മെന്റ് ഓഫ് ക്വാളിഫയിങ് എക്സ്പെൻസസ് 4 ലക്ഷം വരെ എന്നുള്ളത് നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യാൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് 4 ലക്ഷം എന്നുള്ളതാണ്. മറ്റിടത്ത് എല്ലാം കൂടി 5 ലക്ഷം എന്നുള്ള ഒരു ക്രൈറ്റീരിയ. ഇവിടെ അങ്ങനെയല്ല, പ്രിന്റിങ് പോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വർഷത്തിൽ 35,000, 4 ലക്ഷം വരെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് കോൺഫറൻസുകളിലേക്ക് പോകാനുള്ളതും. പിന്നെ ഡാറ്റ കളക്ഷൻ, നിങ്ങളൊരു പ്രൈമറി ഡാറ്റ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫീൽഡിലേക്ക് പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ഡാറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മളൊരു സാധാ യൂണിവേഴ്സിറ്റിയിലുള്ള പോലെ ഒരു എന്താണ് ചെറിയ സാമ്പിൾ എടുത്തിട്ടോ ഒന്നല്ല നമ്മൾ ചെയ്യുക. പകരം വളരെ വലിയ സാമ്പിൾസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. അപ്പോൾ ഡാറ്റ കളക്ഷൻ തന്നെ ചിലപ്പോൾ 1 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഡാറ്റ കളക്ഷൻ ഒക്കെ വേണ്ടി വരാം ചിലപ്പോൾ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിൽ ഫീൽഡ് സർവേയേഴ്സിനെയും ഇന്റേൺസിനെ ഒക്കെ ഹയർ ചെയ്യാം. അവർക്ക് സാലറി കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ കിട്ടും. ദെൻ സ്റ്റാർട്ടപ്പ് ഗ്രാന്റ് ഓഫ് 1 lakh, പർച്ചേസിംഗ് കമ്പ്യൂട്ടിംഗ് എക്യുപ്മെന്റ്, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് ആണ് 1 ലക്ഷം രൂപ. ദെൻ ഫൈനാൻഷ്യൽ അവാർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടറൽ എക്സലൻസി അവാർഡ് പോലത്തെ ഫൈനാൻഷ്യൽ അവാർഡ്സ് ഇവിടെയുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് IIM ബാംഗ്ലൂരിന്റേതാണ്. IIM ബാംഗ്ലൂരിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 22. അപ്പോൾ IIM ബാംഗ്ലൂരിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ, നമ്മുടെ ഒരു സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ഷോർട്ട് ലിസ്റ്റ്, ഏരിയ ടെസ്റ്റ്, ടെക്നിക്കൽ ഇന്റർവ്യൂ, ഫൈനൽ സെലക്ഷൻ.
അവിടെയുള്ള ഏരിയാസ് ഡിസിഷൻ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, ഇക്കണോമിക്സ്, ഓൺടർപ്രണർഷിപ്പ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, OBHR, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, പബ്ലിക് പോളിസി, സ്ട്രാറ്റജി. അവിടെ അവര് അക്സെപ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസിഷൻ സയൻസിന് GMAT, GRE, CAT, ഗേറ്റ്, UGC, CSIR, നെറ്റ്, IMP ടെസ്റ്റ്. എക്കണോമിക്സിന് NR എന്നാണ് എഴുതിയിട്ടുള്ളത്, എന്ന് വെച്ചാൽ നോട്ട് റിക്വയർഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഏരിയ ടെസ്റ്റ് ആയിരിക്കും ഇവിടെ അവർ പരിഗണിക്കുന്നുണ്ടാവുക. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ പബ്ലിക് പോളിസി ആണെങ്കിൽ GMAT, GRE, CAT, ഗേറ്റ്, UGC, CSIR, നെറ്റ്, IMP ടെസ്റ്റ് ഒക്കെ അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ദെൻ സബ്മിറ്റ് SOP വിത്ത് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷന്റെ കൂടെ SOP നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SOP കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കീ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ദെൻ പിന്നെ ഒരു ഏരിയ ടെസ്റ്റും അതുപോലെ ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ ടെസ്റ്റ് എഴുതുക, അതുപോലെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. ടെക്നിക്കൽ ഇന്റർവ്യൂ എക്സ്പെക്ട് ചെയ്യുന്നത് മാർച്ച് 13, 14 തീയതികളിലായിരിക്കും. ഇനി IIM ബാംഗ്ലൂരിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണിത്. ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആണ്. IMP ടെസ്റ്റ് വർഷത്തിൽ 2 വർഷമാണ് 2 തവണയാണ് ഉണ്ടായിരിക്കുക. ഒക്ടോബർ 12 ഫെബ്രുവരി 1 വരെ. ഒക്ടോബർ 12 2025 ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റ് ഉള്ളത് ഫെബ്രുവരി 1, 2026 എന്ന് വെച്ചാൽ വരാൻ പോവാണ്. ടൈം 10 മുതൽ 12 മണി വരെ. അപ്പൊ അത് ഷോർട്ട് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. IIMP ടെസ്റ്റിന് പെട്ടെന്ന് അപ്ലൈ ചെയ്തോളാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ IIM കോഴിക്കോട് അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ടെസ്റ്റുകളൊന്നും ഇല്ല, IIMP ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ IIMP ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റ് കയറുക, അതിന് അപ്ലൈ ചെയ്യുക. IIM കോഴിക്കോടിന്റെ വെബ്സൈറ്റ് കയറുക, അവിടെ PhD അപ്ലിക്കേഷൻ കൊടുക്കുക. ഈ രൂപത്തിൽ വേണം ചെയ്യാൻ. അപ്പൊ ഇതൊക്കെയാണ് സബ്ജക്ട്. ഇപ്പൊ UGC നെറ്റ് എന്ന് പറയുന്നിടത്ത് നെറ്റ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അലൗഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UGC നെറ്റ് എക്കണോമിക്സ് ഉള്ളവർക്ക് ഇതിൽ ഡിസിഷൻ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, പബ്ലിക് പോളിസി, OBHR ഇത്രയും ഏരിയാസിൽ കൊടുക്കാം. ഇനി UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസിലുള്ളവർക്ക് ഡിസിഷൻ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, പബ്ലിക് പോളിസി കൊടുക്കാം. ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ UGC നെറ്റ് സോഷ്യോളജി ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഉള്ളത്? ഇപ്പൊ UGC നെറ്റ് കൊമേഴ്സ് ഉള്ളവർക്ക് ഡിസിഷൻ സയൻസ്, ഇൻഫർമേഷൻ സിസ്റ്റം, പബ്ലിക് പോളിസി. ഓക്കെ. UGC നെറ്റ് എഡ്യൂക്കേഷൻ സോഷ്യൽ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് UGC നെറ്റ് ആണോ നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അത് ഇവിടെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ഏരിയാസ്, ആക്സെപ്റ്റഡ് സ്കോർസ്, അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം ഏരിയ ടെസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കണോമിക്സിന് ഈ ടെസ്റ്റുകളൊന്നും നോട്ട് റിക്വയർഡ് ആണ്, പക്ഷെ ഏരിയ ടെസ്റ്റും ടെക്നിക്കൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി IIMP ടെസ്റ്റിന്റെ ഒരു സാമ്പിൾ പേപ്പർ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഞാനത് അയക്കാം. ഇത് IIM ബാംഗ്ലൂരിന്റെ വെബ്സൈറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ IIMP ടെസ്റ്റിന്റെ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ PhD അപ്ലിക്കൻസിനുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ സ്പെഷ്യലി പറയുന്നുണ്ട്. നിങ്ങളിപ്പോ 2 വർഷമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു വട്ടം നിങ്ങൾ ഫീസ് അടച്ചു, അന്ന് പോകാൻ പറ്റിയില്ല, പക്ഷെ ആ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഫീസ് അടക്കേണ്ടി വരും. ഓക്കെ. ഇനി IIMP ടെസ്റ്റ് ഞാൻ അനലൈസ് ചെയ്ത സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ബ്രീഫ് സിലബസ് ആണിത്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് ഗ്രാമർ, സിനോണിംസ്, ആന്റോണിംസ്, ക്വാണ്ടിറ്റേറ്റീവ് മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിംഗ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓർ അസേർഷൻ റീസണിംഗ്, അതുപോലെ പാസേജ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മാനേജ്മെന്റ് ഓർ ബിസിനസ്. ഇതാണ് ഒരു ഓവറോൾ സിലബസ്. ദെൻ ഇപ്പൊ ഞാൻ 3 IIMSനെ കുറിച്ചാണ് ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. പക്ഷെ ഇതല്ലാത്ത IIMSലും വളരെ നല്ല സ്റ്റൈപ്പൻഡ്, ഇപ്പൊ ഇതിനേക്കാൾ സ്റ്റൈപ്പൻഡ് ഉള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കാശിപൂരാണോ ബോധഗയാണോ നിങ്ങൾക്ക് ഓർമ്മയില്ല, സ്റ്റാർട്ടിങ് തന്നെ 50,000 ഒക്കെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഫസ്റ്റ് 2 സ്ലൈഡുകളിൽ ഇട്ടിട്ടുള്ളത് എല്ലാ IIMSന്റെയും ഒരു ലിസ്റ്റ് ആണ്. സോ ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്ന, ഞാൻ പറഞ്ഞില്ല 5 വർഷത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് ആണ്, അപ്പൊ നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്ന IIMS ഏതൊക്കെയാന്ന് നോക്കുക. എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക. അവിടെ ഉള്ള സ്റ്റൈപ്പൻഡും കാര്യങ്ങളും എല്ലാം നോക്കുക. അവിടെ അവരുടെ ഓരോരുത്തരുടെ ഇൻഫർമേഷൻ. അപ്പൊ ഞാനിപ്പോ ഈ 3 IIMSന്റേത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഓവറോൾ ഇവിടുത്തെ ഒരു PhDന്റെ സ്ട്രക്ചറും കോഴ്സ് വർക്കിന്റെ സ്ട്രക്ചറും സ്റ്റൈപ്പൻഡിന്റെ സ്ട്രക്ചറും ഏതൊക്കെ ടെസ്റ്റുകളാണെന്നൊക്കെ മനസ്സിലായല്ലോ. ബാക്കിയുള്ളിടത്തും ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ വെബ്സൈറ്റുകളിൽ പോയിട്ടൊന്ന് നോക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഏതൊക്കെ IIMSലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെയൊക്കെയുള്ള ഫാക്കൽറ്റീസിന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ഇപ്പം മനസ്സിലുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു ഏരിയ ഉണ്ടായിരിക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് നാരോ ഡൗൺ ചെയ്ത്, ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആണെങ്കിൽ ഇക്കണോമിക്സിൽ ഏത് ഏരിയയിലേക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എക്കണോമെട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകാൻ ആഗ്രഹം, ഇല്ലെങ്കിൽ ഒരു മൈക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ ജെൻഡർ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ്, അങ്ങനെ എന്തിലേക്കാണ് പോകാൻ ആഗ്രഹം എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങളൊരു മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്കാണ് പോകാൻ, MMയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചുമ്മാ മാർക്കറ്റ് മാനേജ്മെന്റ് എന്ന് എഴുതാതെ അതിലെന്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ബ്രാൻഡ് മാനേജ്മെന്റ് ആണോ, എന്തിലാണ് എന്നുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ സ്ട്രാറ്റജിയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രാൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നിലനിർത്താനുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യുമ്പോഴത്തെ സ്ട്രാറ്റജി, അങ്ങനെ ഒരു ഏരിയ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ വളരെ നന്നായിരിക്കും. ദെൻ SOPന്റെ കുറച്ച് ടിപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സെപ്പറേറ്റ് SOPകൾ കൊടുക്കുക ഓരോ IIMസിനും. പിന്നെ നിങ്ങൾ എല്ലായിടത്തും ഒരേ സാധനം കൊണ്ടുപോയി കൊടുത്താൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. IIMs ഒക്കെ കണക്റ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂവിന് ഒരു സ്ഥലത്തുള്ള ആൾ തന്നെ മറ്റേ സ്ഥലത്ത് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളൊന്ന് ചുളിപ്പോവും. സോ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോ IIMലേക്കും SOP കൊടുക്കുക. ഓക്കെ. പിന്നെ അതാത് IIMകളുടെ കുറച്ച് പബ്ലിഷ്ഡ് വർക്ക്സും മുൻ വർഷങ്ങളിൽ അവിടുന്ന് PhD കഴിഞ്ഞവർ ഇറങ്ങിയിട്ടുള്ള വർക്കുകൾ, അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് മുഴുവൻ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ മനസ്സിലാവാനും പഠിക്കാനും ആണല്ലോ നമ്മൾ PhDക്ക് കയറുന്നത്. അപ്പൊ ഇപ്പം ഒന്ന് നോക്കി വെക്കുക, എന്തിലൊക്കെയാണ് ഇവിടെ വർക്ക് വന്നിട്ടുള്ളത്, ഏതൊക്കെ മെത്തഡോളജികളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, പ്രൈമറി ഡാറ്റ ഇവിടെ ഉണ്ടോ, സെക്കൻഡറി ഡാറ്റ ഇവിടെ ഉണ്ടോ, പ്രൈമറി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, എല്ലാം ഒന്ന് നോക്കുക. ഓക്കെ. കുറച്ച് ഹെൽപ്ഫുൾ ടിപ്സ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വെബിനാറിന്റെ അവസാനത്തിൽ പറയാം. ഒന്ന് യൂഡിലി AI, ഇത് റോൾ പ്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും ജെമിനി AIന്റെ ലൈവ് ചാറ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ ജെമിനി AIനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനാണ്, അപ്പൊ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം, റോൾ പ്ലേ പോലെ സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാം. പിന്നെ സാധാരണയുള്ള നമ്മുടെ AI നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ChatGPT, ജെമിനി, നോട്ട്ബുക്ക്, എല്ലാം, പെർപ്ലക്സിറ്റി, ഗ്രോക്ക് ക്ലൗഡ് പോലത്തെ ടൂൾസ് ഒക്കെ ലേണിംഗ്, അതുപോലെ സബ്ജക്ട് എക്സ്പെർട്ടൈസ് ചെയ്യാൻ, SOPന്റെ മോഡൽസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യല്ല, മോഡൽസിന് വേണ്ടിയിട്ട് മാത്രം അത് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അതുപോലെ IIMP ടെസ്റ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ChatGPTക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ CVയും SOP ഒക്കെ നിങ്ങൾ ലാറ്റക്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സ്ട്രക്ചർ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം, ഡെമോ പോലെ കാണിച്ചു തരാം. അതായത് ഏതൊരു ജേണലിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ജേണൽ പേപ്പർ നമ്മൾ സാധാരണ ഒരു വേർഡ് ഡോക്യുമെന്റ് പോലെ ആയിരിക്കൂല കാണാം, അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും ലാറ്റക്സ് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടേബിളുകളൊന്നും നമ്മൾ എന്താണ് സാധാരണ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതേപോലെ ഒരു ടേബിൾ ആക്കി കൊടുക്കുകയായിരിക്കൂല ചെയ്യാം. പകരം ഇപ്പൊ സിഗ്നിഫിക്കൻസ് ലെവലിംഗ് ആൻഡ് സ്റ്റാർ ഇട്ടിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ടേബിൾസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഈ ലാറ്റക്സ് കോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫാക്കൽറ്റി പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ SOP ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേണിറ്റിനിൽ ഇട്ടിട്ട് അതിന്റെ പ്ലേജർസും AIയും ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ആക്സസ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും, ആക്സസ് ഉള്ള ആരെങ്കിലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ചാൽ നന്നായിരിക്കും. ഇനി ജെനുവിൻലി കുറച്ച് പേപ്പർ, ഒരു 3-4 പേപ്പറുകളെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിട്ട് മാത്രം ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ പോവുക. നിങ്ങളുടെ ഏരിയയിൽ എന്ത് റിസർച്ച് ആണ് ഇന്ന് നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അല്ലെങ്കിൽ ആ ഏരിയ തുടങ്ങി വെക്കാൻ കാരണമായിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ആ ഏരിയയിൽ ഏറ്റവും വലിയ റിസർച്ചുകൾ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ ഇന്റർവ്യൂവിൽ വളരെ ഹോണസ്റ്റ് ആയിരിക്കുക. നിങ്ങൾ എന്ത് കളത്തരം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ചാല് ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫസേഴ്സ് ആണ് അവിടേക്ക് ഇരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RBIന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോലും അവിടെ ഉണ്ട്. ഓക്കെ. അതുപോലെ ഇപ്പൊ കറന്റ്ലി നമ്മുടെ IIPന്റെ ഒക്കെ ചെയർമാൻ ആയിട്ടുള്ള സാറ് നമ്മുടെ ഒരു പ്രൊഫസറാണ്. സോ അത്തരത്തിലുള്ള വലിയ വലിയ കമ്മിറ്റീസിന്റെയും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് നമ്മുടെ പ്രൊഫസേഴ്സ് ആയിട്ടും ഗൈഡുമാരായിട്ടും ഒക്കെ വരാൻ പോകുന്നത്. അപ്പൊ അവരോട് നിങ്ങൾ കള്ളം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിരിക്കുക.
കോൺഫിഡന്റ് ആയിരിക്കുക എന്ന് വെച്ചിട്ട് ഓവർ കോൺഫിഡൻസ് പാടില്ല. നിങ്ങളെല്ലാം പഠിക്കാൻ തയ്യാറായിരിക്കുക. അതാണ് ഒരു PhDക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കുക, പെർസിവറൻസ് ഉണ്ടായിരിക്കുക, പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ഒരു PhD എന്ന് പറഞ്ഞാൽ 5 വർഷം വെറുതെ നടക്കലല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്. കുറച്ച് പഠിക്കാനുണ്ട്, പണി എടുക്കാനുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് തയ്യാറായിക്കൊണ്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത്, പക്ഷെ അത് ഇന്റർനാഷണൽ എക്സ്പോഷറും ഉണ്ട്. സോ നിങ്ങൾ അവിടെ നിങ്ങളുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നവരെ മാത്രമല്ല കാണുക, എല്ലാവരെയും കാണും. അപ്പൊ ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ നിർബന്ധമാണ്. ഓക്കെ. പിന്നെ ഗൂഗിൾ സ്കോളർ ബ്രൗസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അത് അപ്പാടെ വിഴുങ്ങാതെ അതിന്റെ ഫാക്ട് ചെക്കിംഗ് ഒക്കെ നോക്കുന്ന ഒരു ഹാബിറ്റ് ഒക്കെ ഉണ്ടായിരിക്കുക. അതൊക്കെയാണ് ഒരു റിസർച്ചറിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാണുന്നതെല്ലാം വിശ്വസിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മൾ ഇപ്പം ഫാൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ടെസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ ഫാക്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ChatGPT നിങ്ങൾ അതിലൊരു കാര്യം കിട്ടി, ChatGPT പറഞ്ഞ കാര്യം അച്ചയിലങ്ങ് വിഴുങ്ങരുത്, അതിന്റെ സോഴ്സ് ചോദിക്കുക. ആ സോഴ്സിൽ പോയിട്ട് ഇത് സത്യമാണോ അല്ലേ നോക്കുക. ഇപ്പൊ പലപ്പോഴും ChatGPT-യിലൊക്കെ ചിലരൊക്കെ പേപ്പറുകളൊക്കെ എഴുതും. അങ്ങനെ ഒരു പേപ്പറിന്റെ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ലിറ്ററേച്ചർ പോലും അങ്ങനെ ഒരു പേപ്പർ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ പണിയൊന്നും എടുക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ഡാറ്റ എവിടേക്കാണ് കിട്ടുക, അതിന്റെ റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സിലുള്ള മെയിൻ ഫൈൻഡിങ്സ് ഒക്കെ ചെറുതായിട്ടെങ്കിലും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലേബർ എക്കണോമിക്സിലേക്ക് പോകുന്ന കുട്ടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് ഇപ്പോഴത്തെ കറന്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു മാക്രോ എക്കണോമിക്സിലേക്കോ മോണിറ്ററി എക്കണോമിക്സിലേക്കോ പോകുന്ന കുട്ടിയാണെങ്കിൽ കറന്റ് RBI റേറ്റ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ ഈ രൂപത്തിലേക്ക് ഇപ്പൊ ഓരോരുത്തരുടെയും ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ അത് ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡാറ്റ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്കെങ്കിലും നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. കറന്റ് അഫയേഴ്സ്, നിങ്ങളുടെ ഏരിയയിലുള്ള കറന്റ് അഫയേഴ്സും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. എല്ലാ കറന്റ് അഫയേഴ്സും അറിയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഇപ്പൊ നമുക്ക് മോട്ടിവേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയല്ല, അത് നമ്മൾ സിഗ്നൽ ചെയ്യുക എങ്ങനെയാണ്, നമ്മൾ അതിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. ഇനി റിസർച്ചേഴ്സിന് കുറച്ച് യൂസ്ഫുൾ ടൂൾസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് സ്കൈ സ്പേസ്, നല്ല ലിറ്ററേച്ചർ കിട്ടാൻ എന്ന് വെച്ചിട്ട് ലിറ്ററേച്ചർ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. അതായത് ലിറ്ററേച്ചർ റിവ്യൂ എൻറ്റയർലി അങ്ങ് എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല, പക്ഷെ നല്ല പേപ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്കൈ സ്പേസസ്. അതുപോലെ മറ്റൊരു ടൂളാണ് സ്കോളേഴ്സി, എലിസിറ്റ്. പിന്നെ പേപ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഒരു സോഫ്റ്റ്വെയർ ആണ് പബ്ലിഷ് പെരിഷ്, സൊട്ടേറോ. പിന്നെ കുറച്ച് AI പ്ലഗിൻസ് ഉണ്ട്, പേപ്പർ GPT എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മെന്റലി റെഫറൻസ് മാനേജർ. പിന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, റെഫറൻസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ചിലരൊക്കെ ഗൂഗിൾ സ്കോളറിൽ സൈറ്റിന്റെ അവിടെ പോയിട്ടായിരിക്കും API സ്റ്റൈലൊക്കെ നോക്കുന്നത് അല്ലെ. അപ്പം അതും ഓക്കെ. ദെൻ ലാറ്റക്സ്, ഓവർലീഫ് ലാറ്റക്സ്, നമുക്ക് ലാറ്റക്സ് കോഡ്സ് വെച്ചിട്ട് ഓവർലീഫിൽ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. പിന്നെ നോഷൻ, ഒബ്സിഡിയൻ, മൈൻഡ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതൊന്നും ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പറയില്ല, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ആണ്. പിന്നെ റിസർച്ച് റാബിറ്റ്, കണക്റ്റഡ് പേപ്പേഴ്സ് പോലത്തെ സൈറ്റുകളിലൂടെ നമുക്ക് നല്ല നല്ല പേപ്പേഴ്സ് കിട്ടും. പിന്നെ റൈറ്റിംഗ് ടൂൾസ്, ഗ്രാമർലി, ക്വിൽബോട്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള AI നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ChatGPT ആയാലും ജെമിനി, ഗ്രോക്ക്, പെർപ്ലക്സിറ്റി, നോട്ട്ബുക്ക്, എല്ലാം ക്ലൗഡ്, ഇതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി സ്കില്ലും കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, അതല്ലാതെ നിങ്ങളുടെ ബ്രെയിനിനെ ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. AI എന്നുള്ളത് ഇനി AI-യിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല അല്ലെ. AI കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ AI-യിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പകരം AI-യുടെയും മുകളിലേക്ക് ചിന്തിച്ചിട്ട് വേണം അതിനുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ കുറച്ച് കാര്യങ്ങൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ സ്കോളറിലുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഗൂഗിൾ സ്കോളറിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ നമുക്ക് വേണ്ട ഒരു സബ്ജക്ട് അടിച്ചാൽ അതിലുള്ള പേപ്പേഴ്സ് വരും. ഇനിയിപ്പോ പുതിയൊരു സാധനം തുടങ്ങിയിട്ടുണ്ടല്ലോ, സ്കോളർ ലാബ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സ്കോളർ ലാബ്സ് AI ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗീവ് മീ റീസെന്റ് പേപ്പേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീസെന്റ് പേപ്പേഴ്സ് ഓൺ AI integration in business. ഓക്കെ. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഞാൻ തരാൻ പറഞ്ഞു, അത് അവിടെ തരും.
അപ്പൊ അത് നമുക്ക് ആ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. നല്ല സൈറ്റേഷൻസും കാര്യങ്ങളുള്ള A* ജേർണലുകളിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പൊ 2 വന്നിട്ടുള്ളത്, 2 അല്ല, ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. ഇനി ചാറ്റ് GPT നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം? പല രൂപത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ എങ്ങനെയാണ് ചാറ്റ് GPT മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടാറ്റ. ഓക്കെ, ടാറ്റ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല, ഇപ്പൊ എക്കണോമിക്സിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടാകും. അപ്പോൾ ടാറ്റയിൽ സപ്പോസ് ഞാനൊരു ഡാറ്റ കൊടുത്തിട്ട് ആ ഡാറ്റ ഞാൻ ഇപ്പൊ റിഗ്രഷൻ ചെയ്ത് എനിക്ക് റിഗ്രഷന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇത് കിട്ടി. ഓക്കെ, ആ റിഗ്രഷന്റെ ഔട്ട്പുട്ടിനെ, ഈ ഔട്ട്പുട്ട് ഈ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാന് ചാറ്റ് ജിപിടിക്ക് കൊടുക്കാൻ പോവാണ്. ചാറ്റ് ജിപിടിക്ക് ഞാനത് കൊടുത്തിട്ട് ഞാൻ ചാറ്റ് ജിപിടിനോട് പറയുന്നു എന്ത്, give me latex codes for overleaf to structure this table like a reputed journal. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ കാര്യമായിട്ട് ചാറ്റ് ജിപിടി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് പേപ്പേഴ്സ് സമ്മറൈസ് ചെയ്യാനും, പേപ്പേഴ്സ് ഇപ്പൊ നമുക്ക് അറിയാത്തൊരു മെത്തഡോളജി ഒരു പേപ്പറിൽ വന്നു, അപ്പൊ ആ മെത്തഡോളജി എന്താന്ന് പഠിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ എന്താ കോഡ്സ് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ എന്താക്കാണ്, ആ കോഡ്സ് അങ്ങ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത ശേഷം ഞാൻ എവിടെ പോകുന്നു, ഇത് ഓവർലീഫ് കണ്ടോ, ഓവർലീഫ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ സാധനത്തിലൂടെ എത്തും. അത് ഞാൻ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുന്നു, ബ്ലാങ്ക് പ്രൊജക്റ്റ് എടുക്കുന്നു, അതിനൊരു പേര് കൊടുക്കാം, നമുക്ക് സാമ്പിൾ എന്ന് കൊടുക്കാം, ക്രിയേറ്റ്. അപ്പോ ഇതില് ബിഗിൻ ഡോക്യുമെന്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഇവിടെ ഞാൻ നമുക്ക് കിട്ടിയ കോഡ് ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ കൊടുക്കാം, റീകമ്പൈൽ ചെയ്യാം. അപ്പൊ ആ സമയത്ത് കണ്ടോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കൊടുത്ത ആ ഒരു ഇങ്ങനെ ഈ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ സ്ട്രക്ചർ ചെയ്തത് കണ്ടോ. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ ജേർണൽസിൽ കാണാറുള്ളത്. അപ്പൊ പല രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിൽ ഇത് സ്ട്രക്ചർ ചെയ്ത് തരും. അപ്പൊ ഞാൻ ഇതുപോലെ എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കോഡ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ എഴുത്താണ് ഞാൻ ചെയ്തത്, ലിറ്ററേച്ചർ റിവ്യൂ കാര്യങ്ങളും എഴുത്താണ് ഞാൻ ചെയ്തത്. ഞാനൊരു എഞ്ചിനീയറോ അല്ല, ഇതിന്റെ കോഡ്സ് ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ കോഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ചാറ്റ് ജിപിടി സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഞാൻ കോഡ്സ് കൊടുത്തിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു പേപ്പർ എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇത് IIM നമ്മുടെ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തായിട്ടാണ് കൊടുത്തത്, ടേം പേപ്പർ എഴുതിയതാണ് ഈ രൂപത്തിൽ കേട്ടോ. ഈ രൂപത്തിൽ നമ്മളൊരു ടേം പേപ്പർ ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് ഒരു സാധനമാണ് സ്കൈ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ സ്കൈ സ്പേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാം. അപ്പൊ ഗീവ് മീ പേപ്പേഴ്സ് ഓൺ AI ഇന്റഗ്രേഷൻ ഇൻ എന്താണ് ബിസിനസ് അല്ലേ. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്ത് കിട്ടും, പേപ്പേഴ്സ് കിട്ടും. കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ല പേപ്പേഴ്സ് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്ത സമയത്ത് ബ്രാൻഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള AI ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ പോയി അതിന്റെ PDF കിട്ടും, ഇവിടുന്ന് സൈറ്റ് ചെയ്യാൻ ഇവിടെ അതിന്റെ ഡോയി കിട്ടും. മാത്രമല്ല ഇതിലുള്ള ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ, ഇത് എന്താണ് ഈ പേപ്പർ സംസാരിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ ചെറിയ രീതിക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ആ പേപ്പറിന്റെ ഇതിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പല പേപ്പേഴ്സും ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പൊ നല്ല പേപ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത സാധനം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി മറ്റൊരു സാധനമാണ്, ഇപ്പൊ സ്കൈ സ്പേസിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു നല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ചാറ്റ് വിത്ത് PDF. ഓക്കെ, ചാറ്റ് വിത്ത് PDFന്റെ ഉപകാരം ഞാൻ പറഞ്ഞുതരാം. ഇവിടേക്ക് ഞാനൊരു PDF അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ PDF അപ്ലോഡ് ചെയ്യാണ്. അപ്പോ ഇതിപ്പോ ഒരു ജേർണലാണ്. അത് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒന്നെങ്കിൽ എനിക്കിന്ന് സമ്മറി ജനറേറ്റ് സമ്മറി ഓഫ് ദിസ് പേപ്പർ ഒക്കെ സമ്മറി ഒക്കെ തരും.
അതല്ലാതെ ഈ ചാറ്റ് വിത്ത് PDF കൊണ്ട് ഏറ്റവും ഉപകാരപ്പെടും. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കൽ എന്തിനാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ വരട്ടെ. സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചൊരു സാധനം കാണിക്കാം. ഇവിടെ എക്സ്പ്ലെയിൻ മാത്ത് ആൻഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിവിടെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പേസ്റ്റ് ആകും. എന്നിട്ട് എന്താണ് ഈ ടേബിൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞുതരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്കിത് പഠിക്കാം. എന്താണ് ഈ ടേബിൾ കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയത് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അതിവിടെ വന്നിട്ടില്ല, ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചു തന്നു. ഇനി വേറൊരു സാധനമാണ് കണക്റ്റഡ് പേപ്പേഴ്സ്. കണക്റ്റഡ് പേപ്പേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സോഷ്യൽ മീഡിയ ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് കൊടുത്ത സമയത്ത് എനിക്ക് കുറേ പേപ്പേഴ്സ് കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് ആ പേപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ് ഇവിടെ കിട്ടും. അപ്പൊ നമുക്കിപ്പോൾ പലർക്കും ഒരു പ്രശ്നം, ഇപ്പൊ ലിറ്ററേച്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പേപ്പർ കിട്ടാനൊക്കെ ആയിരിക്കും പ്രശ്നം. അപ്പൊ പേപ്പേഴ്സ് കിട്ടാൻ ഇത് ചെയ്താൽ മതി, നല്ല ജേർണൽ പേപ്പേഴ്സ്. പിന്നെ മറ്റൊരു സാധനമാണ് റിസർച്ച് റാബിറ്റ്. റിസർച്ച് റാബിറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ AI റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്തുണ്ടാക്കുകയാണ്, ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആ ഫോൾഡറിലേക്ക് ഞാൻ മാറ്റി. അപ്പം വേറൊന്ന് ഞാൻ കുറച്ച് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചിട്ടുള്ള പേപ്പേഴ്സ്, അങ്ങനെ ഫോൾഡറുകളായിട്ട് നമുക്ക് പേപ്പറുകളെ ഇങ്ങനെ ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ തരം തിരിച്ച് വെക്കാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പേപ്പർ ഏതാണെന്നൊക്കെ നോക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സാധനമാണ് സ്കോളർസി. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി, എല്ലാം കൂടി യൂസ് ചെയ്യണ്ട. നിങ്ങൾ എല്ലാത്തിലും പോയി നോക്കുക, നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി സൗകര്യപ്പെട്ടതെന്നൊക്കെ നോക്കാം. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ജെമിനി ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജെമിനിനോട് ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇന്റർവ്യൂകൾക്കൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വളരെ നല്ലൊരു സാധനമാണ് യൂഡ്ലി AI. യൂഡ്ലി AI കേട്ടോ. ഇവിടെ യൂഡ്ലി AI റോൾ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് റോൾ പ്ലേയും കൊടുക്കുക. ഓക്കെ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വരാൻ സമയം എടുക്കുന്നുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വരും. ഓക്കെ, ആ വിൻഡോയിൽ ഇവിടെ ഇപ്പൊ പ്രാക്ടീസ് എ മോക്ക് ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു മോക്ക് ഇന്റർവ്യൂ പ്രാക്ടീസ് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. നിങ്ങളുടെ ക്യാമറയും ഓഡിയോ ഒക്കെ ഓൺ ആക്കുക. അപ്പൊ ആ ക്യാമറയിലൂടെ നിങ്ങൾ ഡിറ്റക്ട് ചെയ്ത ശേഷം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്ന ഫോൾട്ടുകളും നിങ്ങളുടെ സ്ട്രെങ്ത്, അങ്ങനെ പറയരുതായിരുന്നു, ഇങ്ങനെയാണ് പറയേണ്ടത്, എല്ലാം ഇത് പറഞ്ഞുതരും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതും ഒരു നല്ല ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്താൽ അതിനെ നമുക്ക് എത്തിക്കൽ ആയിട്ടുള്ള യൂസിങ്. അപ്പൊ ഇതൊരു കോപ്പി പേസ്റ്റിങ്ങോ കാര്യങ്ങളോ അല്ല, പകരം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ബ്രെയിൻ ഔട്ട്സോഴ്സ് ചെയ്യാനല്ല, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. സക്സസ് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതല്ല. അത് പതിയെ പതിയെ ചെറിയ എഫേർട്സ് ആണെങ്കിൽ പോലും പതിയെ പതിയെ ബിൽഡ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ സ്കോളറോ അല്ലെങ്കിൽ പേപ്പേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ബ്രൗസ് ചെയ്യുന്ന ഒരു സ്വഭാവം എല്ലാ ദിവസവും ഒരു പേപ്പറെങ്കിലും ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. അതിന്റെ സമ്മറി എടുത്ത് നോക്കുക. ചാറ്റ് ജിപിടിയിലൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മൾട്ടിപ്പിൾ ചാറ്റ്സിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ പറയാം. തിങ്ക് ലൈക്ക് എ റിസർച്ചർ എന്നൊക്കെ പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ആദ്യം തിങ്ക് ലൈക്ക് എ റിസർച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐഡിയാസ്, ആ ഒരു പേപ്പർ റിലേറ്റഡ് ഐഡിയാസ് തരാൻ പറയാം. ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ യൂഡ്ലി അല്ലെങ്കിൽ ജെമിനിയിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ റിട്ടേണബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ IIMP ടെസ്റ്റ് എഴുതുന്നവരാണെങ്കിൽ അവിടെ കൂടുതലും മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് ദിവസത്തിൽ നിങ്ങളുടെ ഈ സ്വപ്നങ്ങളിലേക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാസത്തേക്ക് ആകുമ്പോൾ 30 മണിക്കൂറായി. അത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക. അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ഇന്റർവ്യൂവിന്റെ തലേന്ന് അയ്യോ എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ SOP കൊടുക്കുന്നതിന്റെ തലേന്ന് പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഇപ്പൊ ഒരു SOP ഉണ്ടാക്കണം, ഇങ്ങനല്ല അതിന്റെ ഒരു രീതി. നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു PhD ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രോസസ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ മാത്രം പോവുക. അതല്ലാതെ ഡോക്ടർ എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാവരുത്.
PhD എന്നുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. ആ ലേണിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പുതിയ നോളേജ് പഠിക്കാനും പുതിയ നോളേജ് ഉണ്ടാക്കാനും, ഇപ്പൊ നോളേജ് എന്നുള്ള സാധനം എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ ഫൈനലി ഒരു PhD കൊണ്ട് പഠിക്കുക. നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പ്രോസസ്സ് താല്പര്യമുള്ളവർ മാത്രം ആ ഫീൽഡിലേക്ക് പോവാം. ഇനി ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്, ഫീഡ്ബാക്സ്, സജഷൻസ് എല്ലാം ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ അതിനുള്ള ഉത്തരം തരാം. ഓക്കെ. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിയുന്ന പോലെ സമയം ഉണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയിക്കാം, ഈ ഒരു ചാനലിൽ അറിയിക്കാം. പിന്നെ എനിക്ക് ക്ലാസ്സുകൾ എടുക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഞാൻ ഫ്രീ ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്തവരൊന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ എന്നെ കണക്ട് ചെയ്യാൻ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. വാട്സപ്പ് ഓൾറെഡി ഫ്ലഡഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുക. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്തോളാം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെതായ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയോ നിങ്ങൾ സെലക്ട് ആവുകയോ ഒക്കെ ചെയ്താൽ എന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ യൂട്യൂബിലാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സന്തോഷം ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു തരണമെങ്കിൽ നമുക്ക് ചെയ്തു തരാം. പിന്നെ നമ്മുടെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, എന്താ പറയാ, നിങ്ങളുടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് IIMകളിലൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ അപ്ഡേഷൻസ് തരാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അറിഞ്ഞില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് പോലും നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രീ വെബിനാർ. സോ നിങ്ങൾ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണെങ്കിൽ, നിങ്ങളുടെ ഡൗട്ട്സിന്റെ ഉള്ളിലാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരിക. ഈ സെമിനാർ കൊണ്ട് ഒരാൾക്കെങ്കിലും ലൈഫിൽ ഒരു ഉപകാരം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ IIM അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന് തന്നെ പറയാം. സത്യമാണ്. അപ്പൊ എന്റെ ലൈഫിലൊക്കെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയും അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സോ താങ്ക് യു. ദിസ് ഇസ് മുഹ്സിന സൈനിങ് ഓഫ്.